ശ്രീമാത്രേ നമഃ. നമ്മള് ലളിതാ സഹസ്രനാമത്തിന്റെ ആരംഭം അതിലോട്ട് കയറുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രത്യേക പീഠികയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അന്ന് വെള്ളിയാഴ്ച നിർത്തിയത് ലളിതാ പരമേശ്വരി. ലളിതാ സഹസ്രനാമത്തിന്റെ ഫലശ്രുതിയില് ദേവി യന്ത്ര മന്ത്ര തന്ത്രങ്ങളുണ്ട് എന്ന് പറയുന്നു. അതിനപ്പുറം ലളിതാ സഹസ്രനാമം വായിച്ച് നമുക്ക് പഠിക്കണം തോന്നുന്ന ആഗ്രഹം, അത് ജപിക്കണം എന്ന് തോന്നുന്ന ഏത് ജീവനെയും ദേവി കൈ പിടിച്ചുയർത്തും എന്നുള്ളതിൽ സംശയമില്ല. അതിന് ദേവിയിലേക്ക് എത്തേണ്ട ഉപാസനാക്രമം 4 തരത്തിലാണ്. എന്തൊക്കെയാണ് ആ 4 തരം? ചര്യ, ക്രിയ, യോഗം, ജ്ഞാനം. അതിൽ 2 നമ്മൾ കണ്ടുവന്ന് ഒന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. അതുകൊണ്ട് പെട്ടെന്ന് 2 നമുക്ക് പറഞ്ഞു പോയാലേ നമുക്ക് അവസാനത്തെ 4 എത്താൻ പറ്റുള്ളൂ. അപ്പോ ആ ഒരു ചര്യ എന്ന് ആരംഭിക്കണം. അത് നമ്മൾ ജ്ഞാനത്തിലെത്തിക്കും. അപ്പൊ ജ്ഞാനമാണ് മോക്ഷം എന്ന് നമ്മൾ കണ്ടു. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിയണം, ദേവി ഉപാസകരെല്ലാം തന്നെ. കാരണം നമ്മുടെ എല്ലാം തന്നെ ആ ഒരു ഉദ്ദേശം കൈവല്യ പദപ്രാപ്തിയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് അറിയണം. അപ്പൊ ശുദ്ധവിദ്യ എന്ന് പറയുന്നതാണ് ജ്ഞാനം എന്ന് കണ്ടു. ശുദ്ധവിദ്യ എന്നാല് ശിവശക്തി ഐക്യം. അപ്പൊ അതായത് ആ ഒരു എനർജി മാറ്റർ ഒന്നായി തീരുന്നതിനെയാണ് നമ്മൾ ശിവശക്തി ഐക്യം എന്ന് പറയുന്നത്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഒന്നായിട്ട് തീരുന്നത്. അപ്പൊ തനിച്ചിരുന്നാല് രണ്ടും വളരെ ഡേഞ്ചറസ് ആണെന്ന് നമുക്കറിയാം. നെഗറ്റീവ് നമുക്ക് ഒരുപാട് നശീകരണ പ്രക്രിയകൾ ചെയ്യും. പോസിറ്റീവ് മാത്രമായിട്ട് ഇരുന്നുകൊണ്ടും പ്രയോജനമില്ല. ഇത് രണ്ടും ഒന്ന് ചേർന്ന് എന്താവണം? ആ ഒരു പ്യുവർ ആയിരിക്കുന്ന പോസിറ്റീവ് ആ നിർഗുണമായിരിക്കുന്ന തലത്തിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഒന്നും നമ്മൾ അഫക്ട് ചെയ്യാതിരിക്കുക എന്നുള്ള ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചര്യ എന്താണ്? ആ ചര്യ എന്ന് പറയുന്നത് ഈശ്വര സമർപ്പണത്തോടെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ചര്യയാണ്. രാവിലെ എഴുച്ചാല് രാത്രി വരെ എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങള്. രാവിലെ എഴുച്ചു, നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്ന കരത്തെ നോക്കി വന്ദിച്ചു, ഭൂമിയെ വന്ദിച്ചു, നമ്മുടെ ഗുരു പരമ്പരയെ വന്ദിച്ചു. രാവിലെ നമ്മള് പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം ഈശ്വര പാദങ്ങളിൽ സമർപ്പിച്ച് തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങള് എല്ലാം നിയന്ത്രിക്കുന്ന ആ അന്തർയാമിയായിട്ടിരിക്കുന്ന പരാശക്തിയുടെ പാദങ്ങളിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന ആൾക്ക്, ഒരു ഉപാസകന് അല്ലെങ്കിൽ ഒരു ശാക്തേയ ഉപാസകന് നമുക്ക് എന്താ ജീവിതത്തില് സുഖം വരാം ദുഃഖം വരാം, രണ്ടും അവൻ ഒരുപോലെ സ്വീകരിക്കാനുള്ള ആ ഒരു ധൈര്യം മനസ്സിൽ, എൻ്റെ കൂടെ ഭഗവതി ഉണ്ട്, അപ്പോ നെഗറ്റീവ് എന്നെ തളർത്തില്ല, പോസിറ്റീവ് എന്നെ സന്തോഷപ്പെടുത്തുകയില്ല, രണ്ടും ഒരു ന്യൂട്രലായിട്ട് കാണാനുള്ള ആ ഒരു മനഃശക്തി ഉപാസകന് ഉണ്ടാകും. അപ്പൊ ഈ മഹാത്രിപുര സുന്ദരി, അതുകൊണ്ടാണ് നമ്മൾ സങ്കല്പത്തിൽ പോലെയും മഹാത്രിപുര സുന്ദരി പ്രീത്യർത്ഥം എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ പരമേശ്വര പ്രീത്യർത്ഥം എന്ന് പറയുന്നത് ആ ഒരു നമ്മള് ഈശ്വര അർപ്പണം, അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനായിട്ട് അർപ്പണം. നമ്മള് പൂജയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല, എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എല്ലാം എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവതിയുടെ നിയന്ത്രണത്തിലാണ് ഞാൻ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രിപുരസുന്ദരി പ്രീത്യർത്ഥം അല്ലെങ്കിൽ പരമേശ്വര പ്രീത്യർത്ഥം, ലക്ഷ്മി സമേത മഹാവിഷ്ണു പ്രീത്യർത്ഥം എന്നൊക്കെ നമ്മൾ എല്ലാ കർമ്മങ്ങളും ഈശ്വര പ്രീതിക്കായിക്കൊണ്ട് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു ലളിതാ സഹസ്രനാമം വായിക്കുമ്പോഴോ ദേവി മഹാത്മ്യം വായിക്കുമ്പോഴോ ശ്രീചക്ര പൂജയ്ക്ക് ഇരിക്കുമ്പോഴോ മാത്രമല്ല ഇത് ചെയ്യേണ്ടത്. എല്ലായ്പ്പോഴും രാവിലെ എല്ലാം പ്രഭാത കർമ്മങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മൾ അർപ്പിക്കണം. തുടക്കത്തിലെ ഒരു സമർപ്പണം വരുമ്പോൾ ആ ദിവസം മുഴുവനും നമുക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിൽ ചിലപ്പം ചീത്താന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ചില കർമ്മങ്ങള് നമ്മള് നെഗറ്റീവ് എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് പോസിറ്റീവായി തീർന്നേക്കാം. എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നെഗറ്റീവ് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ കർമ്മഫലമാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ തുടക്കത്തിലെ ഒരു സമർപ്പണത്തോടു കൂടി ചെയ്യണം. അപ്പൊ നമ്മുടെ പൂജാ സിസ്റ്റം വളരെ ഉയർന്നതാണ്, വളരെ സിമ്പിൾ ആയിട്ട് തോന്നാം. പക്ഷെ അതൊരു അൾട്ടിമേറ്റ് ആയിരിക്കണം, സട്ടിലായിട്ടിരിക്കുന്ന എനർജിയെ പൂജിച്ചുകൊണ്ടായിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെയും നമ്മളെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പരമമായിട്ടിരിക്കുന്ന ബോധസത്തയാണ് നമ്മൾ ഓർക്കണമെന്ന് വിചാരിക്കണം. അതുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ മനസ്സ്. ആ മനസ്സ് എപ്പോഴാണോ പോസിറ്റീവുമായിട്ട് നമ്മുടെ മനസ്സ് കണക്റ്റഡ് ആയിരിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് തോട്ട്സ് മാത്രമേ വരുള്ളൂ. ചിന്തകളിൽ നിന്ന് കർമ്മങ്ങള് അത് പ്രവർത്തികള്, ഇങ്ങനെ ഓരോന്നും കണക്റ്റഡ് ആയിരിക്കുന്നു, സദ്ഫലങ്ങള് അല്ലെ. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് ഒരു കാര്യമല്ല. ഒരു ശാക്തേയ ഉപാസകന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ചിന്തയാണിത്. ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫലമാണ് ഉയർന്ന ജന്മങ്ങളിലോട്ട് നമുക്ക് പോവുക എന്നുള്ളത്. അപ്പോ എന്താ പറയുക, നമ്മൾ ഇവിടത്തെ ഉള്ള എല്ലാ രാവിലെ തന്നെ നമ്മൾ അമ്മ എൻ്റെ ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം ഇവിടേക്ക് എന്താണോ
എന്നെ അയച്ചിരിക്കുന്നത്? അവിടുത്തെ പ്രീത്യർത്ഥം. അമ്മയാണ് നമ്മളെ ഇവിടെ അയച്ചിരിക്കുന്നത്. അമ്മയുടെ അടുത്തിരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ അമ്മയാണ്, നമ്മുടെ സോൾ മെയ്റ്റ് ആണ്, സോൾ മദർ ആണ്, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അവിടെ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോ ഞാൻ എന്താ, അയക്കപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ സ്വയം വന്നതല്ല. നമ്മുടെ കർമ്മങ്ങളനുസരിച്ച് നമ്മളെ ഇവിടേക്ക് വീണ്ടും പുണ്യഫല സമ്പാദനത്തിനായിട്ട് നമ്മളെ അയച്ചിരിക്കുകയാണ് അമ്മ. അപ്പൊ നമ്മൾ എന്ത് വേണം, ആ അയച്ച വ്യക്തിയോട് നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കണം. കാരണം തിരിച്ചു പോക്കുക എന്നുള്ളൊരു കർമ്മം നമ്മുടെ കൂടെ ഉണ്ട്, ഇല്ലേ? അമ്മ എന്റെ ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം ഇവിടേക്ക് എന്നെ അയച്ചിരിക്കുന്ന ആ ദേവിയുടെ പ്രീത്യർത്ഥം, അമ്മയുടെ പ്രീത്യർത്ഥം, ഉമാമഹേശ്വര പ്രീത്യർത്ഥം അഹം കരിഷ്യാമി, ഞാൻ ചെയ്യുന്നു എന്ന് ഇങ്ങനെ ഒന്നും സാൻസ്ക്രിറ്റ് വേർഡ്സ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ശുദ്ധ മലയാളത്തിൽ അമ്മ എന്റെ എല്ലാ കർമ്മങ്ങളും ആ പാതാര ബിന്ദങ്ങളിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞാലും മതി. ആ ഒരു ഭാവം. അപ്പൊ ഞാൻ ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു എന്ന് ഞാൻ എന്നുള്ള വ്യക്തിബോധം നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ഗ്ലാസ് ജലം ആരുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുമ്പോഴും എന്താ, ഇപ്പൊ നമ്മളെ ഭഗവത് അല്ലെങ്കിൽ ഇഷ്ടദേവത പരദേവത പ്രീത്യർത്ഥെന്ന് മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിച്ചിട്ട് കുടിക്കുക. കാരണം എന്താ, നമ്മുടെ ശരീരത്തിലെ എല്ലാ കർമ്മങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ദാഹവും ക്ഷുധാരൂപേണ സംസ്ഥിത, അമ്മയ്ക്ക് എന്തൊക്കെ 21 നാമങ്ങളും നമ്മുടെ ശരീരത്തിന്റെ വൃത്തികളാണ്. നമ്മുടെ ബുദ്ധി, ഭയം, അല്ലെ, നിദ്ര, വിശപ്പ്, ദാഹം എല്ലാം അമ്മയാണ്. കാരണം അഹം വൈശ്വാനരോ ഭൂത്വോ ദേഹിനാം പ്രാണ ആശ്രിതാഹ. നമ്മുടെ വൈശ്വാനരനായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഒരു നിമിഷ നേരം, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഇതിനൊക്കെ എടുക്കുള്ളൂ. ആ ഒരു ലളിതാർപ്പണ വസ്തു എന്ന് പറയാൻ എത്ര സമയം വേണം? മനസ്സിന്റെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്നു. അപ്പൊ ഈ ഒരു ചെറിയ കാര്യം ചിന്തിക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ അഹം കരിഷ്യാമി, ഞാൻ ചെയ്യുന്നു. അപ്പൊ എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ഇഷ്ടദേവത അല്ലെങ്കിൽ പരദേവത നമ്മൾ ഭരിച്ചതാണ് ദേവിയെ, ആ ദേവിയെ സങ്കല്പിച്ച് കുടിക്കണം. കാരണം ഞാൻ എന്ന ആ വ്യക്തി ആരാണ്? ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് ശരീരത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന മനസ്സ്, ശരീരബുദ്ധികളില് നമ്മുടെ മനസ്സ് എപ്പോഴും എന്താ, നമുക്ക് എത്ര പറഞ്ഞാലും അതിൽ നിന്ന് വിടാൻ കേൾക്കുമ്പോഴൊക്കെ എളുപ്പമായിട്ട് തോന്നും. അത് വിടാൻ കാലക്രമേണ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മളെ വിട്ടുപോകും. അപ്പൊ കാരണം ഞാൻ എന്ന ആരാണ്, ഈ ഞാൻ ആരാണെന്ന് അറിയാനാണ് നമ്മുടെ യാത്ര, അല്ലെ? ഹൂ ആം ഐ, ഇതല്ലേ നമ്മുടെ ചോദ്യം, ഞാൻ ആര്? അപ്പൊ അത് അല്ല 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 നേതി പ്രക്രിയ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അനുഭവത്തിൽ വരുമ്പോൾ നമുക്ക് വലിയ വിഷമാണ് അക്സെപ്റ്റ് ചെയ്യാൻ. നമ്മളെ ശരീരത്തിൽ തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ അത് വിടണമെങ്കിൽ എന്ത് വേണം? ഈ ഉപാസകരെല്ലാം തന്നെ ഇങ്ങനെ എന്നെ അറിയാനാണ് ഞാൻ ചെയ്യുന്ന ഉപാസന. ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുമ്പോഴാണെങ്കിലും ഞാൻ സ്വയം ചെയ്യുമ്പോഴാണെങ്കിലും ഈ ഭാവത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ ആ ഒരു കർമ്മ വിനകൾ നമ്മളെ ബാധിക്കുകയില്ല. ഇത് നമുക്ക് വേണ്ടി എന്ന ഭാവനയോടെ ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും എന്താ പറയുക, ജന്മത്തിൽ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത്. കാരണം ഇത് നമുക്ക് വേണ്ടി, ഞാൻ എന്നുള്ള ബോധം ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ കർമ്മങ്ങൾക്ക് ഫലങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും, നല്ലതിനും ചീത്തയ്ക്കും, അല്ലെ? അപ്പൊ രണ്ടാമത്തത് എന്താണ്? ക്രിയ എന്ന് നമ്മൾ കണ്ടു. ക്രിയ വളരെ പ്രധാനമാണ്. യന്ത്ര, മന്ത്ര, തന്ത്രം, ഈ പ്രാണായാമ ക്രിയകള് എല്ലാം ഇതിനകത്ത് വരും. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മം. അപ്പൊ കർമ്മവും ക്രിയയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പോ ആ ഒരു വ്യത്യാസം എന്താ? ക്രിയ എന്ന് പറയുന്നത് കാമ്യ കർമ്മങ്ങള്, കാമ്യം ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതിനെയാണ് കാമ്യകർമ്മം എന്ന് പറയുന്നത്. അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാല് നിഷ്കാമ കർമ്മം, യാതൊരു ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ നിഷ്കാമമാണ്. അപ്പൊ അതിനെ നമ്മൾ കർമ്മമെന്നും ആഗ്രഹത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളെ ക്രിയ എന്നും പറയണം. അപ്പൊ ഈ ഒരു പ്രത്യുപകാര ചിന്തയില്ലാതെ ചെയ്യുന്നതെല്ലാം തന്നെ എന്താണ്? കർമ്മമാണ്, അല്ലെ? ഈ പ്രപഞ്ചത്തിൽ നമ്മളെ പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈശ്വരന് പോലും, ഈശ്വരന്റെ കണക്ക് പുസ്തകത്തിൽ പോലും നമ്മൾ ഈശ്വരനൊരു പൂ കൊടുക്കണമെങ്കിലോ ഈശ്വരനൊരു നൈവേദ്യം കൊടുക്കണമെങ്കിലോ ഒരു ഫലേച്ഛ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഈശ്വരൻ നമ്മളെ രക്ഷിക്കണം, ആ ചുമതല നമ്മൾ കൊടുത്തിരിക്കുക. കാരണം ഞാനിത് ചെയ്യുന്നു, നമുക്ക് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. കാരണം എല്ലാം ഗീവ് ആൻഡ് ടേക്ക് ആണ്. നമ്മൾ കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടണം. അതാണ് പ്രത്യേകിച്ച് മലയാളികളുടെ ആ ഒരു ഭാവം. നമ്മളെല്ലാം കൊടുക്കണം. നമുക്കൊരാപത്ത് വരുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ ഒരു കാവൽക്കാരൻ, ഒരു ഭൈരവനോ ഭൈരവിയോ ഒക്കെ ആയിട്ട് ദേവി നിന്നോളണം. നമ്മുടെ ദുഃഖങ്ങളും നമ്മളെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനും. ഇല്ലെങ്കിൽ എന്താ? തിരിച്ചു ചോദ്യങ്ങളാണ്. ഞാൻ എന്തൊക്കെ തന്നു? എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ എന്ത് ചെയ്തു? അറിഞ്ഞും അറിയാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. 100 ചോദ്യങ്ങൾ പൂജാമുറിയുടെ നടയിൽ ചെന്ന് ആ ഒരു ഈശ്വരനോട് ചോദിക്കും. ഈ ചോദിക്കേണ്ട എവിടെയാ? അവനവന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനോട് ചോദിക്കണം. ഇതെന്താ എനിക്ക് വന്നതെന്നല്ലേ?
നമുക്ക് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തില് ഇതെല്ലാം റെക്കോർഡാവും നിങ്ങൾ വിചാരിക്കണം. കാരണം എന്താ, ഈ നിഷ്കാമ കർമ്മങ്ങളെല്ലാം തന്നെ ആ പ്രപഞ്ചമാകുന്ന കണക്ക് പുസ്തകം, അവിടെ ഒരു വലിയ കണക്ക് പുസ്തകമാണ്. അതാണ് നമ്മുടെ ഉള്ളിൽ ചിത്രഗുപ്തന്റെ ശരീരത്തിനകത്തിരിക്കുന്ന ചിത്രത്തില് ഗുപ്തമായിരിക്കുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നത് സ്ഥൂല ശരീരം. ഈ സ്ഥൂല ശരീരത്തിൽ 13 ശക്തികൾ ഇരുന്ന് റെക്കോർഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു പ്രപഞ്ചത്തിലും റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിഷ്കാമ കർമ്മത്തിൽ, കാമ്യ കർമ്മങ്ങൾ എന്താ, ആഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും അവിടെ റെക്കോർഡഡ് ആവില്ല. അതേസമയം ഈശ്വരന്റെ പുസ്തകം, ആ കണക്ക് പുസ്തകത്തിൽ നിഷ്കാമ കർമ്മങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിലോ അതിന് 1-ന് 1000 കണക്ക്. നമുക്ക് എത്ര തരുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അത് ഈശ്വരന്റെ ഇഷ്ടമാണ്. എന്തായാലും കർമ്മവിന നമ്മളെ പിന്തുടരില്ല നിഷ്കാമ കർമ്മങ്ങൾക്ക്. അപ്പൊ നമ്മളുടെ കാര്യങ്ങൾക്ക്, നമ്മുടെ കാര്യപ്രാപ്തിക്കായി ചെയ്യുന്ന കാമ്യകർമ്മങ്ങളെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിൽ റെക്കോർഡഡ് ആകും. പ്രപഞ്ചത്തിലെ 13 ഇൻസ്പെക്ടർ ജനറൽമാരുണ്ട്, അതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അഷ്ടദിക്പാലകര്, ആകാശം, ഭൂമി, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, ഇങ്ങനെ 13 പേര്. ഈ ഭൂലോകത്തിലെ എല്ലാ ജീവരാശികളുടെ കർമ്മങ്ങളും ഈ ക്യാമറയിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഓട്ടോമാറ്റിക് ക്യാമറയാണ്. അത് ചാർജ് ചെയ്യോ ബാറ്ററി ഫ്യൂസായി പോവൊന്നും ചെയ്യില്ല. ബാറ്ററിയിലെ ചാർജ് കുറയോ ഒന്നുമില്ല. എത്ര ജന്മങ്ങൾ കഴിഞ്ഞു വന്നാലും ഇവിടെ ഇങ്ങനെ വളരെ പ്രഷ്യസ് ആയിട്ട് സൂക്ഷിച്ച് നമുക്ക് തരാനുള്ള ഗിഫ്റ്റ് ആയിട്ട് ഇവിടെ സൂക്ഷിച്ചു വെച്ചേക്കും. അപ്പൊ ഈ ക്യാമറയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല, ഇല്ലേ? നമ്മൾ വീട്ടിൽ വെക്കുന്ന CCTVക്ക് ഇടയ്ക്ക് പവർ പോയാലോ കറണ്ട് ഇല്ലെങ്കിലോ ചിലപ്പോ പതിഞ്ഞില്ല എന്നിരിക്കും, കള്ളന് കയറാൻ പറ്റും. പക്ഷെ ഇതോ, പ്രപഞ്ചം, സൂര്യൻ അസ്തമിക്കാതിരിക്കുന്നുണ്ടോ, സൂര്യൻ ഉദിക്കാതിരിക്കുന്നുണ്ടോ, ചന്ദ്രൻ വരാതിരിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ധാർമ്മികമായിട്ട് പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തികളും നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാശക്തി വെച്ചിരിക്കുന്ന ക്യാമറയാണ്. 13 പേരെ അതിനു വേണ്ടി വിട്ടിട്ടുണ്ട്. ഈ എല്ലാ ഭൂലോകത്തിലെ എല്ലാ ജീവരാശികളുടെ കർമ്മങ്ങളും ഈ ക്യാമറയിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളും. കാരണം ഇത് CCTV ആണ്. ഇതൊരു എന്താ പറയാ, ലോക്കൽ ക്യാമറയാണ്. ഇതെല്ലാം അവിടെ വച്ചിട്ടുണ്ട്. ഈ ക്രിയകൾ കൊണ്ട് ശരീരം, മനസ്സ്, ജീവൻ, ഇവയുടെ പല കാര്യങ്ങളും നമുക്ക് സാധിക്കാൻ പറ്റും. കാരണം ഈ ക്രിയ എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ, അല്ലെ, ശരീരം കൊണ്ട് ചെയ്യുന്നത്. ഉള്ളിൽ നിന്ന് വരുന്ന എല്ലാ വിഷമങ്ങൾക്കും നമ്മൾ എന്താ ചെയ്യുന്നത്, യന്ത്രപൂജ ചെയ്യാം. മന്ത്രപൂർവമായിട്ടുള്ള മുദ്ര കൊണ്ട് നമുക്ക് സ്ഥിരത കിട്ടും, ഇല്ലേ? കൺട്രോൾ ചെയ്യാം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പഞ്ചേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ജീവിതം കുറച്ചുകൂടെ നല്ലതായിട്ട് ജീവിക്കാൻ പറ്റും. എന്തിനാണ് നമ്മൾ ചിന്മുദ്രയൊക്കെ പിടിക്കുന്നത്? ചിന്മുദ്ര എന്ന് പറയുന്നത് മനസ്സ് സ്ട്രോങ് ആയിട്ടിരിക്കാനാണ്, അല്ലെ? ചിത്താകുന്ന മുദ്ര. അപ്പൊ ചിത്തും സത്തും കൂടെ ചേരുക. ആ ഒരു തള്ളവിരലാകുന്ന ആ ഒരു സത്തുമായിട്ട് ചൂണ്ടുവിരലാകുന്ന ജീവാത്മാവ് എപ്പോഴും ചേർന്നിരിക്കട്ടെ. ജീവ ബ്രഹ്മ ഐക്യം, അതാണ് ചിന്മുദ്ര. അപ്പൊ മനസ്സ് സ്ട്രോങ് ആവുമെന്ന് പറയണു. അപ്പൊ ഈ പറയും പോലെ നമ്മുടെ ലക്ഷം ആസനങ്ങൾ പറയുന്നുണ്ട്, പതഞ്ജലി യോഗസൂത്രങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ എന്താ, നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാനാണ്. പരമശിവന് മാത്രം അറിയാം. അനേക ആസനങ്ങളാണ് പറയുന്നത്. എങ്ങനെ ഇരിക്കണം, നമ്മുടെ പോസ്ചർ എങ്ങനെയാണ്, വീരാസനം, പത്മാസനം, വജ്രാസനം, ഇല്ലേ, തുടങ്ങി 48 രീതിയിലുള്ള പ്രാണായാമങ്ങൾ. ഇതൊക്കെ എന്തിനാണ്? നമ്മുടെ പുറത്തേക്ക് സഞ്ചരിക്കുന്ന ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ. ഇപ്പൊ യന്ത്ര, മന്ത്ര, തന്ത്ര പൂജകള് എല്ലാം തന്നെ എന്തിനാണ്? നമ്മളിലെ ആ ഒരു ടോക്സിൻസ്, നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷവസ്തുക്കളെ ഇല്ലാതാക്കാനാണ്. എന്നിട്ട് നമ്മളെ ഫ്രീ ആക്കണം. നമ്മള് ഒരു ഫ്രീഡം തരണം. നമ്മൾ എന്തൊക്കെയോ എന്താ പറയാ, ഈ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു സഞ്ചി വളരെ ഹെവിയാണ്, അല്ലെ? അപ്പൊ അതൊന്ന് ലൈറ്റ് ആക്കാൻ, ഈ ജന്മത്തിലെ കർമ്മങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ, നമ്മളിൽ കയറിയിരിക്കുന്ന വിഷവസ്തുക്കളെ പുറത്തു കളയാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന എല്ലാം, മുദ്രകളാകട്ടെ, ആസനങ്ങളാകട്ടെ, മന്ത്രജപമാകട്ടെ, പൂജയാകട്ടെ, എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ യന്ത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. ആ ഒരു തന്ത്രം കൊണ്ട് കെട്ടിയിടാൻ പറ്റും. നമുക്ക് ചില സ്ഥലങ്ങളിലെ കയറുവാൻ പറ്റാത്ത മനസ്സിനെ നമുക്ക് മാറ്റിവിടാൻ പറ്റും. ഉയർന്ന തരത്തിലുള്ള ഒരു പൂജയാണ് യന്ത്രപൂജ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിന്റെ എന്താ പറയാ, മനസ്സിന്റെ തലത്തെ മാറ്റും. ശ്രീചക്ര ഉപാസന എന്ന് പറയുന്നത് ആ ഒരു ലളിതാ പരമേശ്വരിയുടെ ഉപാസനയിൽ വളരെ പ്രധാനമായിട്ടുള്ളതാണ് ശ്രീചക്ര ഉപാസന. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ, നമ്മുടെ ശരീരവും ആ ഉപാസകന്റെ ശരീരവും അന്ധകരണങ്ങളും എല്ലാം ചേർന്നതാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. അപ്പൊ മന്ത്രവും യന്ത്രവും ചേർന്ന് പ്രവർത്തിക്കുന്നു, ഇല്ലേ? ആ രണ്ടും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചേരുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ തന്ത്രം എന്ന് പറയുന്നത്.
അടുത്തത് മൂന്നാമത്തത് യോഗമാണ്. അപ്പൊ യോഗം എന്ന് പറഞ്ഞാല് ഈ ആദ്യം നമ്മൾ കണ്ടു എന്താ കർമ്മ, ആ ഒരു ക്രിയ, ചര്യ, ക്രിയ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു രണ്ടാമത്തെ തലം, അത് നമ്മള് ചര്യ ക്രിയയിലൂടെ നമ്മൾ യോഗത്തിൽ എത്തിച്ചേരും. യോഗമാണ് ജ്ഞാനത്തിൽ എത്തിച്ചേരുന്നത് അല്ലെ. അപ്പൊ മൂന്നാമത്തെ തലമാണ് യോഗം. അപ്പൊ യോഗിനി ന്യാസരൂപിണിയെ നമോ നമ എന്ന് നമ്മൾ ദേവിക്ക് ഒരു പേരുണ്ട് അല്ലെ, യോഗിനി ന്യാസരൂപിണി. അപ്പൊ ആരാണ് ഈ യോഗം എന്നാല്? ശരിക്കും പറഞ്ഞാല് നമ്മുടെ ശരീരത്തിനകത്ത് യോഗം ചെയ്യുന്ന കുണ്ടലിനി യോഗത്തെയാണ് യോഗം എന്ന് പറയുന്നത്. കുണ്ടലിനി യോഗം എന്താണത്? ഏറ്റവും ഉയർന്ന യോഗം. ഇപ്പൊ യുജ് എന്നുള്ള ധാതുവ് നമുക്കറിയാം, ചേരുക. ആ ചേരുക എന്നുള്ള ആ ഒരു യുഗം, യുജ് എന്നുള്ള ധാതുവിൽ നിന്നാണ് യുഗം എന്നൊക്കെ പറയുന്നത് നമ്മൾ അല്ലെ. ഒരു യുഗം, പതിയായിട്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പൊ ആ ഒരു യുജ് എന്ന് പറഞ്ഞാല് ആ ഉൽപ്പത്തിയാകുന്നത്, ഉണ്ടാകുന്നത് എന്നർത്ഥം. ചതുർയുഗങ്ങള്. എങ്ങനെയാണ് ചതുർയുഗങ്ങൾ ഉണ്ടാകുന്നത്? അതുപോലെ ശരീരത്തില് ഈ യോഗം സംഭവിക്കുന്നു. എങ്ങനെയാണത്? മൂലാധാരത്തില് ഒരു യുഗത്തിൽ തുടങ്ങി സഹസ്രാരത്തിൽ ഒരു യുഗത്തില് അവസാനിക്കുന്നു. എന്ത്? ശ്വാസം. അപ്പൊ ഇതിനകത്ത് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ മൂലാധാരത്തിൽ തൊട്ട് സഹസ്രാരത്തിലെ ശിവനെ തൊട്ടിട്ടാണ് ഒരു പ്രത്യേക രീതിയിൽ പുറത്തു പോകുന്നത്. അപ്പൊ ഉള്ളിലെടുക്കുമ്പോൾ ആ ഒരു 8 മാത്രകൾ നമ്മൾ ഉള്ളിലോട്ട്, 12 പുറത്തേക്ക്, 4 അതായത് നമ്മൾ 4 അകത്ത് ഹോൾഡ് ചെയ്യുക, പിന്നെ പുറത്തേക്ക് വിടുക 4. ഇതാണ് അതിന്റെ ക്രമം. ഇതിനെയാണ് നമ്മൾ പ്രാണനെ യമിക്കുക അല്ലെങ്കിൽ പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണനെ അറിഞ്ഞുകൊണ്ട് യമിക്കുന്നത്. അപ്പൊ അതിനെയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. ശ്വാസത്തിൽ നിന്ന്, അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സർക്കുലേഷൻ, ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇതിനനുസരിച്ചാണ് നടക്കുന്നത്. ഒരുപാട് എന്താ പറയാ ബ്ലോക്സ് നമ്മുടെ ഉള്ളിലുണ്ട്. പല ബ്ലോക്കുകളും പല തടസ്സങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ മാറ്റി പ്രാണനെ ക്ലിയർ ആയിട്ട് മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിൽ തൊട്ട് വെളിയിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് പ്രാണായാമ ക്രിയ എന്ന് പറയുന്നത്. ഇപ്പൊ കുണ്ടലിനി യോഗം എന്ന് പറയുന്നത് എന്താണ്? ജീവാത്മ എന്നത് സഹസ്രാരത്തിലെ ചിതാകാശത്തിലെ ആ ഒരു ചിതാകാശത്തിൽ നമ്മളും ഒരു ചെറിയ വിളക്ക് കത്തിക്കുന്നു എന്നർത്ഥം. അപ്പൊ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയാതെ ഇത് ചെയ്യുന്നുണ്ട്. ഒരു വിളക്ക് മുറിയിൽ എല്ലാം നല്ല ഒരു വെളിച്ചമുള്ള മുറിയിൽ ഇരുന്നിട്ട് എല്ലാ വിളക്കുകളും ഒന്ന് അണച്ചു നോക്കൂ. എന്നിട്ട് ഇരുട്ടത്തിരിക്കണം. ഇരുട്ടത്തിരുന്നിട്ട് ഈ പ്രാണായാമം ശീലിച്ചവർക്ക് ആ ഒരു ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ഒരു ചെറിയ പ്രകാശത്തെ കാണാൻ പറ്റും, തൻ്റെ ഉള്ളിലുള്ള പ്രകാശം. ഈ പ്രാണായാമം 5 വർഷം 7 വർഷം പഠിച്ചവരോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് അവര് ലൈറ്റൊക്കെ അണച്ചിട്ടായിരിക്കുന്നത്. ആദ്യം വെളിയിലെ വിളക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യും, പിന്നെ അകത്തിരിക്കുന്ന ചിത് ജ്യോതിയെ കോൺസെൻട്രേറ്റ് ചെയ്യും. അവർക്ക് പിന്നെ ഇരുട്ടെന്ന് പറയുന്നത് അവർക്കില്ല. അവരുടെ ഉള്ളില് അവർ ഇരുട്ട് മുറിയിൽ ഇരുന്നാലും അവരുടെ ഉള്ളിലെ പ്രകാശത്തെ ആ ഒരു ചെറിയ ദീപനാളം പോലെ അവർക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ചെറിയ പ്രകാശത്തെയാണ് നമ്മൾ എന്താ പറയുന്നത്? ആത്മജ്യോതി എന്ന് പറയുന്നത്. ശിവൻ, ആ ശിവന്റെ പ്രകാശം. നമ്മൾ എന്താ ശിവനെ പറയുന്നത്? ഓം നമ പ്രകാശ വപുസേ, പ്രകാശമായ ശരീരത്തോട് കൂടിയവനെ ഓം നമ ശിവായ എന്നാണ് അല്ലെ. പ്രകാശം തന്നെയാണ് വിമർശമായി തീരുന്നത്. അഹം എന്ന് പറയുന്ന ഞാൻ തന്നെയാണ് ഇതമായിട്ട് തീരുന്ന, ശക്തിയായിട്ട് തീരുന്നത്. അപ്പൊ ഈ പ്രാണായാമം ശീലിച്ചവർക്ക് തൻ്റെ ഉള്ളിലെ ആ ശിവത്തെ, ആ ഒരു മംഗള സ്വരൂപമായിരിക്കുന്ന പ്രകാശത്തെ കാണാൻ പറ്റും. നമ്മൾ എല്ലാവരും എന്താ പറയാ, ഭഗവത് ഫാദർ പറയും പോലെ നമുക്ക് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ ചിത് പ്രകാശം അല്ലെ. നമ്മള് വസുദൈവ കുടുംബകത്തിലെ ഒരു അംഗങ്ങളാണ്. ഈ ലോകം മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും എന്താ ഒറ്റ കുടുംബമാണ്. ഒരു ശക്തിയാണ് എല്ലാവരുടെ ഉള്ളിലും ആ ജ്യോതിയായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവിടെ ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല. ശരീരം ഏതാണെങ്കിലും ഉപാധി ഏതാണെങ്കിലും ആ പ്രകാശിക്കുന്ന വിളക്ക് ഒന്ന് തന്നെയാണ് അല്ലെ. ഓരോ ജീവനും ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഈശ്വര നിശ്ചയമാണ്, നമ്മുടെ നിശ്ചയമല്ല. നമ്മൾ എവിടെ പോകണം, ഭൂമിയിൽ പോകണോ, നരകത്തിൽ പോകണോ, സ്വർഗത്തിൽ പോകണോ എന്നൊക്കെ നമ്മുടെ പ്രവൃത്തികൾ അനുസരിച്ച് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഏത് ഹയർ അതോറിറ്റിയുടെ അടുത്ത് പോയാലും മനുഷ്യരല്ല ഡിസിഷൻ എടുക്കുന്നത്. ആരാണ്? ഈ പ്രപഞ്ച ശക്തിയാണ്. അത് വളരെ ഉറയ്ക്കണം, എന്നാലേ നമുക്ക് ഈ ഉപാസന മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഒരു കാര്യം, ഒരു ഡിസൈഡിങ് പവറും നമ്മുടെ ഇല്ല. നമ്മുടെ വീട്ടിൽ എന്തുണ്ടാക്കണം, സാമ്പാർ ഉണ്ടാക്കണോ അവിയൽ ഉണ്ടാക്കണോ എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇല്ലേ. നമ്മുടെ മക്കൾ ഏത് വഴിക്ക്, അതുപോലും ഇന്ന് നമുക്ക് പറ്റില്ല. വേറൊരാളെ നയിക്കാനോ നിയന്ത്രിക്കാനോ വേറൊരു കർമ്മങ്ങളും ഗതി മാറ്റാനോ ഒന്നും നമുക്ക് പറ്റില്ല. നമ്മുടെ തലയിലെടുത്ത് മാറ്റാൻ പറ്റില്ല. ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ല. പാസ്റ്റിനെ മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇതെന്താ? ഒന്നും പറ്റില്ല. അപ്പൊ എന്താ?
ഇതെല്ലാം നിശ്ചയിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിക്കൊള്ളണം. ഈ ഓരോ ജീവനും ഭൂമിയിൽ വന്നിരിക്കുന്ന ഈശ്വര നിശ്ചയമാണ്. ഓരോ വ്യക്തിയിലെ പ്രകാശമായിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ഒരേ ജ്യോതി, അതിനെയാണ് ആത്മജ്യോതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പണ്ടത്തെ കൊച്ചുകുട്ടികൾ പഠിച്ചിരുന്നല്ലേ, അഖിലാണ്ട മണ്ഡപം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം. എന്തർത്ഥമുള്ള ഇതാണെന്ന് നോക്കൂ. പരമപ്രകാശമേ ശരണം നീ നിത്യം. ഈ ഒരു അഖിലാണ്ട മണ്ഡപത്തില് കൊളുത്തി വെച്ചിരിക്കുന്ന എല്ലാ ജീവനുകളുടെ ഉള്ളിലും ആ പരമമായിരിക്കുന്ന പ്രകാശാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മലയാളത്തിൽ പരമമായിരിക്കുന്ന തത്വമായി പറയുന്നത്. അപ്പൊ ഓരോ വ്യക്തിയിലും പ്രകാശമാകുന്നത് ആത്മജ്യോതിയാണ്. ആ ആത്മജ്യോതി കണ്ണടച്ച് ഈ പ്രകാശത്തെ നമ്മൾ കാണണം. നമ്മുടെ ആ ചിതാകാശത്തില് ദഹരാകാശത്തിൽ ഉണ്ട് ആ പ്രകാശം. ആ പ്രകാശം എപ്പോ അണയുന്നോ അപ്പൊ ഈ ശരീരം ജഡമായിട്ട് തീരും. ഇത് അറിഞ്ഞോളണം യോഗികൾക്ക്. മുകളിലോട്ടും താഴോട്ടും എന്താ നമ്മെ ചുറ്റിയും ഒരു പ്രകാശമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് ധ്യാനിച്ചാലേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണ് യോഗികളുടെ ആ ശിരസിന്റെ പുറകിൽ ഒരു ഹാലോ, ഒരു പ്രകാശം, അവരുടെ ആ ഒരു സഹസ്രാര പത്മത്തിലിരിക്കുന്ന ന്യൂറോൺസ് എല്ലാം ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന പ്രകാശമാണ് അവരുടെ ചുറ്റും കാണുന്ന ഒരു പ്രകാശ വലയം. എല്ലാ മനുഷ്യരുടെ ചുറ്റും 7 ലെയർ ഓഫ് പ്രകാശമുണ്ട് അല്ലെ. ചിലരുടേത് തീരെ ഒന്നും കടന്നു പോകില്ല, പ്രകാശമേ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. 7 നിറങ്ങള് 7 തലങ്ങളുണ്ടെന്നാ പറയുന്നത്. ആ ഒരു ഓരോ രോമകൂപത്തിൽ കൂടെയും ഓരോ കണ്ണിലെ പ്രകാശം നമ്മൾ പറയില്ലേ, ചിലര് നോക്കുമ്പോ നല്ല ആത്മജ്യോതിയുടെ പ്രകാശം കണ്ണുകളിലുണ്ട്. അപ്പൊ ഈ പ്രകാശം എവിടെ കൂടെയൊക്കെ ഈ ഉള്ളിലുള്ള ചിത് പ്രകാശമാണ്. എത്രത്തോളം ഈ ആത്മജ്യോതി പ്രകാശിപ്പിക്കുന്നു അത്രത്തോളം നമ്മുടെ കണ്ണുകളിലൂടെയും നമ്മുടെ രോമകൂപങ്ങളിലൂടെയും നമ്മൾ ചെല്ലുന്ന സ്ഥലത്തുമൊക്കെ ഈ പ്രകാശം പ്രസരിക്കും. കാരണം ആത്മാവിനെ അറിഞ്ഞവര് ആത്മാവായിട്ട് തീരും. അവിടെ ശരീരബോധം ഇല്ല. അപ്പൊ ഈ ആത്മജ്യോതി നമുക്ക് കണ്ണടച്ചിരുന്ന സദാ കാണണം. ജപിക്കുമ്പോ ഈ അമ്മയെ ജ്യോതി സ്വരൂപിണിയായിട്ട് ആത്മജ്യോതിയായിട്ടുള്ളിൽ കാണണം. അത് അറിഞ്ഞ് ധ്യാനിക്കണം, എന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ. ആദ്യം നമ്മളൊരു വിളക്ക് കത്തിച്ചു വെച്ചാൽ ഒരു ചെറിയ നാളം പോലെ, കാറ്റിൽ അടയാത്ത നാളം പോലെ എല്ലാത്തിനും സാക്ഷി സ്വരൂപിണിയായിട്ടിരിക്കുന്ന ആ പരാശക്തി. അപ്പൊ കുണ്ടലിനി ധ്യാനം കൊണ്ട് നമുക്ക് എന്താ ഉണ്ടാവുക? ആ ജീവാത്മ പരമാത്മ ഐക്യം. ഇതിനെയാണ് യോഗം എന്ന് പറയുന്നത്. ഇത് 3ാമത്തെ തലം. ഇനി നമ്മൾ 4ാമത്തെ ഏറ്റവും പരമമായിരിക്കുന്ന പദത്തിലേക്ക് എത്തിച്ചേരുകയാണ്. 4ാമത്തെ തലം ജ്ഞാനം. അപ്പൊ കുണ്ടലിനി ആ യോഗത്തിലൂടെ, ആ കുണ്ടലിനി സാധനയിലൂടെ ലഭിക്കുന്ന യോഗം ശിവശക്തികള്. ഇതാണ് ശിവശക്തി ഐക്യം എന്ന് പറയുന്നത്. നമ്മൾ ശിവശക്തി സാമരസ്യം, ശിവശക്തി ഐക്യം എന്നൊക്കെ പറഞ്ഞ അഭേദ്യമായിരിക്കുന്ന ശിവനും ശക്തിയും, ശിവന്റെ ഉള്ളില് സദാ തന്റെ ആത്മശക്തിയായി പ്രവർത്തിക്കുന്ന പരാശക്തി. എപ്പോഴാണോ പ്രപഞ്ചമായിട്ട് തീരുന്നത് അത് എന്താ പുറത്ത് ഇങ്ങനെ കാണപ്പെടുന്നു, പക്ഷെ അതിന്റെ സട്ടിലായിരിക്കുന്ന എനർജി ശിവൻ തന്നെയാണ്. പുറമേ കാണുന്ന ആ മാറ്ററായിട്ട് വരുന്നത്, നാമരൂപങ്ങളായിട്ട് വരുന്നത് ആര്? ശക്തി അല്ലെ. അതിന്റെ ആ പ്രവർത്തിപ്പിക്കുന്നത് ശിവൻ തന്നെയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും എന്താണ്? അഭേദ്യമായിരിക്കുന്ന ശക്തിയാണ്. ഇതാണ് യഥാർത്ഥ ജ്ഞാനം. അപ്പൊ ഈ ശിവശക്തി ഐക്യത്തെ നമ്മൾ അറിയണം. അപ്പൊ ഈ ഒരു തത്വങ്ങളെല്ലാം തന്നെ ലളിതാ സഹസ്രനാമം വിധിപ്രകാരം പാരായണം ചെയ്ത് നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടണം. നമ്മൾ ഒരു എയിം വേണം നമുക്ക്. അല്ലാതെ ചുമ്മാ ലളിതാ സഹസ്രനാമം ന്യാസം ചെയ്യൂ. എന്തിനാണ് ഞാൻ ന്യാസം ചെയ്യണ അറിയില്ല. എന്തിനാണ് പ്രപഞ്ച ന്യാസം, എന്തിനാണ് യോഗിനി ന്യാസം? ഈ ന്യസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് അക്ഷരങ്ങളെ എവിടെ തൊട്ടിട്ടാണ് ഞാൻ ന്യസിക്കേണ്ടത്? ഈ ഭഗവതിയെ എങ്ങനെ നമ്മൾ ഉണർത്തും? നമ്മുടെ പ്രത്യേകം ഈ ശരീരമാകുന്ന ശ്രീചക്രത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ സ്പർശിച്ച് ഈശ്വര ശക്തിയെ അറിയേണ്ടത്? അത് എങ്ങനെ ചെയ്യണം? ഇത് വ്യക്തമായിട്ട് ഒരു ഉപാസകൻ അറിയാതെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വളരെ വിശദമായിട്ട് ആ ഒരു തലത്തിൽ ചുമ്മാ ന്യാസങ്ങൾ പറയാതെ അവിടെയോട്ട് എത്തിച്ചേരണം. നമ്മുടെ പരമമായിരിക്കുന്ന ഈ ജ്ഞാനം, ആ ജ്ഞാനത്തിൽ എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം? ഈ തത്വങ്ങളെല്ലാം അറിയണം. ലളിതാ സഹസ്രനാമത്തെ വിധിപ്രകാരം പഠിക്കണം എന്ന് പറയാൻ കാരണം, വിധിപ്രകാരം, വിധിപൂർവകം. എന്താ വിധി? ഇതിനൊരു പ്രത്യേക ക്രമമുണ്ട്. വിധിച്ചിരിക്കുന്നത് ആരാണ്? നമ്മുടെ ഗുരുക്കന്മാര് ഇല്ലേ. ഹയഗ്രീവൻ അഗസ്ത്യന് പറഞ്ഞു കൊടുത്ത ഒരു വിധിയുണ്ട്. ഈ രീതി പഠിക്കൂ, ഈ രീതിയിൽ അമ്മയെ ഉപാസിക്കൂ, എന്നാൽ മാത്രമേ നിന്റെ ഉള്ളില് ഈ അമ്മയെ നിനക്ക് പ്രകാശിക്കുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്ത വിധിപ്രകാരം. അതാണ് നമ്മൾ പാരായണം ചെയ്യുന്നതും ചില കർമ്മങ്ങള്. ഈ ലളിതാ സഹസ്രനാമം മാത്രം നമുക്ക് ചുമ്മാ എടുത്ത് അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം, വിധിപ്രകാരം തന്നെ അത് പാരായണം ചെയ്യണം. കാരണം ഈ ഒരു പരാശക്തി ഉപാസനയ്ക്ക് മുമ്പ് വ്യക്തമായിട്ട് ഒരു മെത്തഡോളജി, ഒരു വഴി അല്ലെങ്കിൽ
ഒരു ഉപായങ്ങള് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ശ്രീചക്ര ഉപാസന. അതുകൊണ്ടാണ് നമുക്ക് ഗുരുപരമ്പരയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ആ വഴി പറഞ്ഞു തരുന്ന രീതിയിൽ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ജ്ഞാനത്തിൽ എത്തിച്ചേരണമെങ്കിൽ, യഥാർത്ഥ ജ്ഞാനത്തിൽ മാത്രമേ നമ്മുടെ എല്ലാം ഹോമിക്കാൻ പറ്റൂ, ഇല്ലേ? ആ ഒരു ചിത്താകുന്ന അഗ്നി തെളിയണമെങ്കിൽ എന്ത് വേണം? അതിനെയാണ് ജ്ഞാനാഗ്നി എന്ന് പറയുന്നത്. അറിവ്. നമ്മൾ അറിഞ്ഞ് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ ഉള്ളി തൊലിക്കുമ്പോ എന്താ? പല പല തൊലികൾ കളഞ്ഞു വരുമ്പോ അവസാനം ഒന്നും ഇല്ലാത്ത അവസ്ഥ. നമ്മൾ എന്തിലൊക്കെയാണോ നമ്മുടെ മനസ്സ് വെച്ചിരുന്നത് അതെല്ലാം ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന സ്വരൂപത്തിൽ എത്തിച്ചേരും. ഇതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പരാശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാണ്? ശൂന്യമായിരിക്കുന്ന ആ ഒരു ശിവതത്വത്തിലാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അതിനെ പൂർണ്ണം എന്ന് പറയാൻ കാരണം. പൂർണ്ണമഹം. അപ്പൊ ഞാൻ അഹം എന്ന് പറയുന്നത് പൂർണ്ണമാണ്, പൂർണ്ണമിതം, വെളിയിലും പൂർണ്ണമാണ്. ആ ഒരു തത്വം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു മെത്തഡോളജി, ഈ ഒരു വഴിയിൽ കൂടെ തന്നെ നമ്മൾ പോയെങ്കിലേ പറ്റുള്ളൂ. ശരി, അപ്പൊ 4 കാര്യങ്ങളാണ് ലളിതാ സഹസ്രനാമം. നമുക്ക് ലളിതാ സഹസ്രനാമത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട വഴികൾ, 4 തലങ്ങള്. അത് നമ്മളിപ്പോ കണ്ടു. ഇനി അടുത്തത് നമ്മൾ എന്താണ് ഈ ലളിതാ സഹസ്രനാമം? നമ്മൾ ഇനി ആ ന്യാസത്തിലോട്ടൊക്കെ പോണെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ന്യാസത്തിൽ എത്താനായിട്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ലളിത ഉപാഖ്യാനത്തിലെ ലളിതാ സഹസ്രനാമം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പരാശക്തിക്ക് ആ ഒരു അത്യുത്തമവും പെട്ടെന്ന് ദേവീ പ്രീതി നേടുവാനും ഈ ലളിതാ സഹസ്രനാമം ഒരെണ്ണം മാത്രം മതി എന്ന് ലളിതോപാഖ്യാനം പറയണു. വേറെ ഒരു എന്താ പറയാ നാമങ്ങളും ദേവിക്ക് ഇത്രയും ദേവീ പ്രീതി നേടാൻ ഏറ്റവും ഉയർന്നതാണ് ലളിതാ സഹസ്രനാമം. പിന്നെ രണ്ടാമത്തത് എന്താണ്? ഈ ദേവി ഉപാസകര് 3 കാര്യങ്ങളാണ് ദേവിക്ക് വേണ്ടി ചെയ്യുന്നത്. രണ്ടാമത്തത് ദുർഗാ സപ്തശതി, അതായത് ദേവി മഹാത്മ്യം, 700 മന്ത്രങ്ങള്. അത് ദേവിക്ക് ആ മന്ത്രങ്ങളെ കൊണ്ട് ആരാധിക്കാം. 3 ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരി. അപ്പൊ ഇങ്ങനെ 3 എണ്ണം, ഈ 3 എണ്ണത്തിനെയാണ് നമ്മള് തമിഴ് ഭാഗങ്ങളിൽ, തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ കേരളീയ ശ്രീവിദ്യ ഉപാസനയിൽ മാത്രമല്ല, ഇത് ആ ഒരു ദേവി ഉപാസകരുടെ ബേസിക് പില്ലേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നത്. കാരണം ഇത് 3ഉം വളരെ ദേവിക്ക് പ്രിയപ്പെട്ടതാണ്. ഇതിൽ ആദ്യം പറയുന്നതാണ് ഈ ലളിതാ സഹസ്രനാമം. ദേവി ശക്തിയിൽ ലയിക്കാനായിട്ട് ഈ 3 എണ്ണം ധാരാളം മതി. കാരണം സൗന്ദര്യ ലഹരി നമുക്ക് അവസാനേ പഠിക്കാൻ പറ്റൂ. കാരണം അത് ഓരോ മന്ത്രവും ഓരോ യന്ത്രങ്ങളാണ്. അപ്പൊ അത് നമുക്ക് അവസാനമേ പഠിക്കാൻ പറ്റൂ. ആദ്യം നമ്മൾ എന്താ? ഈ ഒരു ലളിതാ സഹസ്രനാമം, രണ്ടാമത് ദുർഗാ സപ്തശതി. അത് രണ്ടും നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദേവി മഹാത്മ്യം, അതായത് ഇവയിലെ പല തത്വങ്ങളും ലളിതാ സഹസ്രനാമമായിട്ട് ബന്ധപ്പെട്ടതാണ്. പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇനി പരാശക്തിയിലോട്ടുള്ള യാത്ര, ഇതിന് നമുക്ക് 3 മാർഗങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ശ്രീവിദ്യ മന്ത്രം, ആദ്യത്തത്. ഇതിന് മുകളിൽ വേറൊരു മന്ത്രം ഇല്ല എന്ന് പറയുന്നു. ഇതിനെയാണ് മന്ത്രരാജൻ എന്ന് പറയുന്നത്. രണ്ടാമത് 30 മുക്കോടി ദേവകളില് ലളിതാ പരമേശ്വരിയെക്കാളും ഉയർന്ന ഒരു ദേവതയില്ല. മൂന്നാമത്തേത് ദേവിക്ക് 3 രൂപങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാണ് ദേവിയുടെ 3 രൂപങ്ങള്? സ്ഥൂലം, സൂക്ഷ്മം, പരം. ഇങ്ങനെ 3 തലങ്ങളിലാണ് ദേവി അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഈ 3 തലമെന്ന് നമുക്ക് നോക്കാം. ശിരസിൽ നിന്ന് കഴുത്ത് വരെ, കഴുത്തിൽ നിന്ന് കടിപ്രദേശം, അതായത് ഇടുപ്പ് വരെ, കടിപ്രദേശത്ത് നിന്ന് പാദം വരെ, ഇല്ലേ? ഇങ്ങനെ ഓരോ 3 കൂടങ്ങളായിട്ട്, അങ്ങനെ പ്രഥമകൂടം, മധ്യകൂടം, ശക്തികൂടം, ഇങ്ങനെ 3 തലത്തിലാണ് നമ്മൾ ദേവിയെ കാണുന്നത്. പ്രഥമകൂടത്തില് ആരാണെന്ന് ചോദിച്ചാല് ബാല ത്രിപുരസുന്ദരി, മധ്യകൂടത്തില് കാമേശ്വരി, ശക്തികൂടത്തില് ലളിതാ പരമേശ്വരി. ഇങ്ങനെ ആ ഒരു 3 ദേവതാ സാന്നിധ്യമാണ് ഈ പറയുന്ന പഞ്ചദശാക്ഷരി മന്ത്രം. മൂലകൂടത്രയ കളയബര, അല്ലെങ്കിൽ കൂടത്രയങ്ങളായിട്ടിരിക്കുന്ന നമ്മുടെ ശരീരമാകുന്ന ശ്രീചക്രത്തില് 3 കൂടങ്ങളില് 3 പേര്. ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യത്തെ കൂടം പ്രഥമകൂടം ബാലാപരമേശ്വരി, മധ്യകൂടം എന്ന് പറയുന്ന ശക്തികൂടം, അതില് എന്താ പറയാ കാമേശ്വരി, അവസാനം ലളിതാ പരമേശ്വരി. അങ്ങനെ 3 ശക്തികൂടത്തില് ലളിതാ പരമേശ്വരി. അപ്പൊ ഈ എല്ലാവരുടെയും പാദപൂജ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പഞ്ചദശാക്ഷരി മന്ത്രം ജപിക്കുന്നത്. ഈ 15 അക്ഷരമുള്ള മന്ത്രം ജപിക്കുമ്പോൾ ഈ 3 ദേവതമാരെയും നമ്മൾ പാദപൂജ ചെയ്യുകയാണ്, അല്ലെ? ആ ഒരു പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ പൂജകളും ശക്തി ഉപാസനയാണ്. ശക്തികൂടത്തിന്റെ പേരാണ് ലളിത. അപ്പൊ ഈ ലളിത എന്നുള്ള പേര് ദേവതകളിൽ ഏറ്റവും ഉയർന്നത് ലളിതാ പരമേശ്വരിയാണെന്ന് കാണിക്കുന്നു. കാരണം
ആ ഒരു പുരത്തില്, അതായത് പുരം എന്ന് പറഞ്ഞ നഗരം, പുരത്തിൽ ഏറ്റവും ഉയർന്നത് ശ്രീപുരമാണ്. ഏറ്റവും ഉയർന്ന മന്ത്രം ശ്രീവിദ്യാ മന്ത്രമാണ്. ശ്രീവിദ്യാ മന്ത്ര ഉപാസന തന്നെയാണ് ലളിതാ സഹസ്രനാമ ജപം. ഇത് രണ്ടും വേറെയല്ല. ആ ഒരു മന്ത്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷോർട്ട് പ്രോസസ് അല്ലെ? 15 അക്ഷരം എന്ന് പറയുന്ന പോലെ അല്ല 1000 നാമങ്ങള്. പക്ഷെ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ലോങ് പ്രോസസ്. നമ്മളിപ്പോ ദേവിയെ ഉപാസിക്കണമെങ്കിൽ ഒരു ശക്തി ഉപാസകൻ സ്തോത്രം കൊണ്ട് ഉപാസിക്കുക. അതും മന്ത്രമാണ് കേട്ടോ. ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങളും മന്ത്രങ്ങളാണ്. അപ്പൊ ഈ 1000 മന്ത്രങ്ങൾ കൊണ്ട് ദേവിയെ ഉപാസിക്കാം. ഇല്ലെങ്കിൽ ഷോർട്ടായിട്ട് ദേവിയുടെ പഞ്ചദശാക്ഷരി മന്ത്രം വിധിപൂർവകമായിട്ട് പരമ്പരയിലൂടെ മന്ത്രം സ്വീകരിച്ചതിന് ശേഷം വേണമെങ്കിലും ഉപാസിക്കാം. ഇത് രണ്ട് തലത്തിലും നമുക്ക് ഉപാസിക്കാം. അപ്പോ ഈ ശ്രീവിദ്യ ഉപാസനയിൽ ഏറ്റവും ഉത്തമവും പ്രധാനവും ലളിതാ സഹസ്രനാമ ജപമാണെന്ന് ഈ വശിന്യാദി വാഗ്ദേവതകൾ പറയുന്നു. എന്താണ് അമ്മ ആദ്യം പറഞ്ഞത്? പഞ്ചദശാക്ഷരി മന്ത്രം എടുക്കാനൊന്നും അല്ല ആദ്യം പറഞ്ഞത്. അമ്മ എന്താ? എന്നെ പ്രകീർത്തിക്കുന്ന 1000 നാമങ്ങൾ പറയൂ, അത് ഞാൻ കേട്ട് സന്തോഷിക്കട്ടെ എന്നാ പറഞ്ഞത്. അപ്പൊ ശ്രീവിദ്യ ഉപാസനയില് ആ ഉപാസ്യ ദേവതയെ സന്തോഷിപ്പിക്കാൻ അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം ഏതാണെന്ന് ചോദിച്ചാല് ഈ ലളിതാ സഹസ്രനാമ ജപമാണ്. അതുകൊണ്ടാണ് അത് ഏറ്റവും ഉത്തമവും പ്രധാനവും എന്ന് പറയാൻ കാരണം. രണ്ടാമത്തെ ചോദിക്കുകയാണെങ്കിൽ ശ്രീചക്ര പൂജ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ടാമത്തെ കാര്യം ശ്രീചക്ര പൂജ. മൂന്നാമത്തത് പഞ്ചദശാക്ഷരി മന്ത്രം എന്ന ശ്രീവിദ്യ മന്ത്രജപം. ഈ 3, 2 എന്നൊക്കെ പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. കാരണം ശ്രീചക്രത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് പ്രാപ്തരാവണമെങ്കിൽ ശ്രീവിദ്യ മന്ത്രമില്ലാതെ ശ്രീചക്രത്തെ പൂജിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് യന്ത്രവും മന്ത്രവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എവിടെ ഇരുന്നാലും ബാഹ്യമായിട്ട് അതിലിടുന്ന പൂക്കളെല്ലാം തന്നെ എന്താ? മന്ത്രജപത്തിന്റെ അർച്ചനയില്ലാതെ അവിടെ ഇടാൻ പറ്റില്ല, ഇല്ലേ? ശ്രീചക്രത്തെ പൂജിക്കണമെങ്കിൽ ശ്രീവിദ്യ ഉപാസകനായിരിക്കണം. ലളിതാ സഹസ്രനാമം വായിക്കുന്ന ഒരാൾക്ക് ശ്രീചക്രത്തെ പൂജിക്കാമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. അതുകൊണ്ടാണ് വിധിപ്രകാരം പരമ്പരയിൽ നിന്ന് ഇനിസിയേഷൻ എടുക്കണമെന്ന് പറയാൻ കാരണം. അപ്പൊ ലളിതാ സഹസ്രനാമ ജപം പക്ഷെ ഈ ദേവിക്ക് ഏറ്റവും ഉയർന്ന സന്തോഷത്തെ കൊടുക്കുന്നു. ഈ മൂന്നും ലളിത പരമേശ്വരി, അതായത് ലളിത എന്ന് പറയുന്ന പരാശക്തി ഉപാസനയില് വളരെ പ്രധാനമാണ്. ഈ മൂന്നും ഗുരു ഉപദേശത്തോടു കൂടി ചെയ്യേണ്ടതാണ്. ശ്രീചക്ര പൂജ, ശ്രീവിദ്യ മന്ത്രജപം ഗുരുദീക്ഷയില്ലാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ ഭാരതഭൂമിയിലെ ഗുരുവും ദേവിയും ചക്രവും സാധനയും മന്ത്രവും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഗുരുവിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ഉപാസനയില്. കാരണം മന്ത്രത്തിന്റെ ധ്വനിയാണ് മന്ത്രദേവതയുടെ രൂപത്തെ ഉണ്ടാക്കുന്നത്. നമുക്കറിയാം എല്ലാ മന്ത്രത്തിന്റെ ധ്വനിക്കും ഒരു രൂപമുണ്ട്. ആ ധ്വനിയുടെ രൂപത്തിനനുസരിച്ചാണ് അതിനെ ആ ഒരു പശ്യന്തി തലത്തില് ആ ഒരു ഋഷി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ധ്വനി എന്ന് പറയുന്നത് എന്താ? മന്ത്രദേവതയെ നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്ന പ്രോസസ്സാണ്. അപ്പോ വെറുതെ ഗണപതി എന്ന് പറഞ്ഞാലും ഗ എന്നുള്ള അക്ഷരത്തിന്റെ പ്രപഞ്ചത്തില് ഒരു എന്താ പറയാ, ഒരു മോളിക്കുലർ ആയിട്ടുള്ള ഒന്നിനോട് ചേർന്ന് ഒരു ധ്വനി രൂപത്തെ ഉണ്ടാക്കും, ഇല്ലേ? ഗകാരം, അതായത് ഗകാരം എന്നത് ഏറ്റവും ഉയർന്ന ഒരു അക്ഷരമാണ്. അപ്പൊ ഈ പറഞ്ഞ എന്താ പറയാ, ഓരോ അക്ഷരത്തിനും അതിൻ്റെതായിട്ടുള്ള ദേവതകളെ നമുക്ക് ഉണർത്താൻ സാധിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് മന്ത്രത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്കറിയാം വാദ്യങ്ങളിൽ ഏറ്റവും ഉത്തമ ദേവവാദ്യങ്ങൾ വീണ, ഓടക്കുടൽ, മൃദംഗം. ഇത് 3 നമ്മുടെ ദേവവാദ്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? അത് മാത്രമാണ്, വേറുള്ളതൊന്നും അല്ല. അപ്പൊ ഈ ഒരു ദേവലോകങ്ങളില് വായിക്കുന്ന വാദ്യങ്ങള്, അപ്പൊ ഇതിന്റെ ധ്വനി പോലും പുണ്യമാണ് ഇതിനല്ല. അതായത് എങ്ങനെയാണോ ഈ വാദ്യങ്ങൾ ദേവതയെ സന്തോഷിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഉപാസകൻ ചെയ്യുന്ന മന്ത്രജപങ്ങളും പുണ്യമാണ്. അത് ദേവതയെ ഉണർത്തും ശരീരത്തിൽ എന്ന് പറയണു. അപ്പൊ ഈ ശ്രീവിദ്യ മന്ത്ര ഉപദേശം നമ്മൾ വാങ്ങണം. ശ്രീചക്ര പൂജയിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യണം. ഈ ശ്രീചക്ര പൂജയിൽ ഉയർന്നത് നവാവരണ പൂജയാണ്. ദേവിയുടെ ശ്രീചക്രത്തിന്റെ 9 ആവരണങ്ങളെ പൂജിക്കുക എന്നുള്ളത് ഏറ്റവും ഒരു ശ്രീവിദ്യ ഉപാസകന്റെ പൂർവജന്മ പുണ്യം കൊണ്ട് പൂർത്തീകരിക്കപ്പെടാൻ പറ്റുന്ന തന്റെ 9 ആവരണങ്ങൾ. 9 മാസം ശരീരത്തില് ആ ഗർഭത്തിൽ കിടന്ന ജീവൻ 9 ആവരണങ്ങളെ തരണം ചെയ്ത് 9 തലങ്ങള് ആ ഒരു ബിന്ദുവിൽ എത്തിച്ചേരണമെങ്കിൽ നമുക്കറിയാം ത്രൈലോക്യ മോഹന ചക്രം മുതൽ സർവാനന്ദമയ ചക്രം വരെയുള്ള 9 ആവരണം. അപ്പൊ എങ്ങനെയാണോ ഈ ശരിയായ വിധത്തില് ഈ ഒരു നവാവരണ പൂജ ചെയ്യുന്നത്, ആ ജീവന് 9 തലങ്ങളെ ഈ ജന്മത്തിൽ തന്നെ കടന്നു പോകാൻ സാധിക്കും. അപ്പൊ ശ്രീചക്ര പൂജയിൽ അതുകൊണ്ടാണ് ഈ നവാവരണ പൂജയ്ക്ക് ഇത്ര ഉയർന്ന തലം കൊടുക്കുന്നത്. 9 ആവരണങ്ങൾ. നമുക്കറിയാം ആവരണവും വിക്ഷേപവും, ഇല്ലേ? ഈ ആവരണങ്ങൾ എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്താണോ
സട്ടിലായിട്ടുള്ളത് സൂക്ഷ്മമായിരിക്കുന്നതിനെ നമുക്ക് കാണിച്ചു തരുന്നത് എന്താ? ഈ സ്ഥൂലമായിരിക്കുന്നതിനെ മാറ്റിയാലേ സൂക്ഷ്മമായിരിക്കണ കാണാൻ പറ്റും. ഓരോ ആവരണവും ചെയ്യുമ്പോഴും നമ്മുടെ ആ മനസ്സിന്റെ തലമാണ് മാറുന്നത്. അവസാനം എവിടെ എത്തിച്ചേരുന്നു? ആ ഒരു ബിന്ദു മധ്യസ്ഥിതമായിരിക്കുന്ന ഭഗവതി പാദങ്ങളിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പൊ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ലളിതാ സഹസ്രനാമ അർച്ചന ഏറ്റവും ഒരു ഉയർന്ന തലമാണ്. അതും ഒരു മന്ത്രതലമാണ്. 1000 മന്ത്രങ്ങളാണ്. അപ്പൊ ഈ നവാവരണ പൂജ പോലെ തന്നെ എപ്പോ ശ്രീചക്ര പൂജ ചെയ്യുമ്പോഴും ലളിതാ സഹസ്രനാമം കൊണ്ട് നമ്മൾ അർച്ചന ചെയ്യാറുണ്ട്. കാരണം അതില്ലാതെ ദേവിയുടെ ഒരു പൂജയും പൂർണ്ണമല്ല. കാരണം ഇതൊരെണ്ണം, ഈ ലളിതാ സഹസ്രനാമം നമ്മൾ പുഷ്പം വെച്ചിട്ടാണ് അർച്ചിക്കുക. ആകാശത്തിന്റെ തലം, പുഷ്പം നമുക്കറിയാം ആ ശബ്ദത്തിന്റെ ആ ഒരു ആകാശത്തിന്റെ തലമാണ്. അപ്പൊ ആകാശം എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും സൃഷ്ടി നടക്കുന്നത് ആകാശത്തിൽ നിന്നാണ്. തിരിച്ചുള്ള ലയം നടക്കുന്നതും അവിടെയാണ്. അപ്പൊ നമ്മൾ ശ്രീചക്രത്തിന്റെ ബിന്ദുവില് നമ്മൾ ചെയ്യുന്ന പുഷ്പാർച്ചന ഈ 1000 നാമങ്ങൾ കൊണ്ട് ചെയ്യുന്നത് എങ്ങനെ? ഈ ഭൂമിയിൽ ഇരിക്കുന്ന ഓരോ ജീവനെയും ആ ഒരു ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ലളിതാ സഹസ്രനാമ അർച്ചന. വളരെ വിശേഷമാണ്. ഓരോ നാമങ്ങളെടുത്ത് ദഹരാകാശത്തിൽ ഇരിക്കുന്ന ഭഗവതി ഹൃദയത്തിൽ തൊട്ട് ശ്രീചക്രത്തിൽ അർച്ചിക്കുക. കുറെ കാലം ഈ പൂജ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ആവാഹനവും ഉദ്ധ്വംസനവും ഒക്കെ എവിടുന്നാണ്? നമ്മുടെ ദഹരാകാശത്തിൽ നിന്ന്. ഇത് മനസ്സിലായി ഈ പുറത്തിരിക്കുന്ന ശ്രീചക്രം നമ്മുടെ ശരീരമായിരിക്കുന്ന ശ്രീചക്രമായിട്ട് താതാത്മ്യം പ്രാപിച്ച് ആ ഉപാസകൻ അവന്റെ ഉള്ളിലേക്ക്, അവന്റെ അന്തർമുഖത്തിന് അവൻ പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ടാണ് ഉപാസന 3 വർഷം 6 വർഷം 9 വർഷം എന്നൊക്കെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. എല്ലാം 3ആയിട്ട് തിരിച്ചിരിക്കുക. ഓരോ 3 വർഷത്തിലും സാധകന് മാറ്റങ്ങൾ ഉണ്ടാവും, അവനിൽ മാറ്റങ്ങൾ സംഭവിക്കും. കാരണം എന്താ? ലളിതാ സഹസ്രനാമം ഒരു വലിയ ഉയർന്ന മന്ത്രതലാണ്. അത് ശരിയായി പഠിച്ച ഒരു വ്യക്തി അതിന്റെ ഓരോ നാമങ്ങളുടെ അർത്ഥം പഠിച്ച രീതിയിൽ എന്താ നമ്മൾ അർച്ചിക്കുകയാണെങ്കിൽ ഈ ആവരണ മാറ്റം നമുക്കുണ്ടാകും. കാരണം അതുകൊണ്ടാണ് നമ്മൾ ശരിയായിട്ട് തന്നെ അർച്ചന ചെയ്യണം. തെറ്റായ രൂപങ്ങൾ ഉണ്ടാവരുത്. ആ പ്രൊനൗൺസിയേഷനൊക്കെ ശരിയായിട്ട് ജപിക്കണം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് നമ്മൾ ലളിതാ സഹസ്രനാമം സാധാരണ ചുമ്മാ തെറ്റായിട്ട് വായിക്കാൻ ചെയ്യരുതേ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അശ്വാരൂഢ അല്ലെങ്കിൽ സമ്പത്കരി ദേവി ഓരോന്നിനും ആ ചില ആദ്യത്തെ കുറച്ച് നാമങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിക്ക്, ഉപാസന ഇല്ലാത്ത വ്യക്തിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു നാമങ്ങളുടെ ഒരു ചേർച്ച, ഇതാരാണ് ഈ ദേവി? കാരണം ഇത് ഭണ്ഡാസുര വധത്തെ ആ ഒരു കഥയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ലളിതാ സഹസ്രനാമം. ഈ ഭണ്ഡാസുരൻ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിക്ക് അത് പാടാണ്. അതുകൊണ്ടാണ് മന്ത്രങ്ങള് തെറ്റായ രൂപങ്ങളെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം സാധാരണ വ്യക്തികൾ പ്രൊനൗൺസിയേഷൻ ശരിയല്ലാത്തവർക്ക്, ഇനി അഥവാ ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റി ആ മാതൃകാ വർണ്ണസ്വരൂപിണിയായിരിക്കണ അമ്മ ക്ഷമിക്കില്ലേ? തീർച്ചയായിട്ടും ക്ഷമിക്കും. പക്ഷെ നമ്മൾ മനുഷ്യരാണ് അല്ലേ? ഒരു സ്ലിപ്പ് ഓഫ് എ ടങ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് സംഭവിക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ അർത്ഥം ഒരിക്കലെങ്കിലും നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന തെറ്റുകളൊന്നും തെറ്റല്ല. അമ്മ ക്ഷമിക്കും. പക്ഷെ ആദ്യം നമ്മൾ തെറ്റായിട്ടുള്ള രൂപങ്ങൾ ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് ഇത് വളരെ വിശദമായിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വേണം ജപിക്കാനെന്ന് പറയാൻ കാരണം. പിന്നെ നമ്മളിപ്പം അക്ഷരങ്ങളിൽ നോക്കാതെ കണ്ണടച്ചിരുന്ന് ജപിച്ചാൽ പോലും അതിന്റെ അർത്ഥം ഉള്ളിലുണ്ട് ഇല്ലേ? ഓൾറെഡി അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇതിന്റെ അർത്ഥങ്ങൾ. അതനുസരിച്ച് അത് പൊക്കോളും. അതുകൊണ്ടാണ് ഇത് ഇത്രയും വിശദമായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പൊ ഇതിന്റെ നമ്മൾ തെറ്റായിട്ട് വായിച്ച് രൂപങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ പല നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് അങ്ങനെ ജപിക്കരുതെന്ന് പറയാൻ കാരണം. കാരണം ഏത് മന്ത്രവും വാഴുന്നത്, അതായത് അത് നിൽക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത് അതിന്റെ ഋഷി, ഛന്ദസ്, ദേവത, അതാണ് അതിന്റെ ബേസ്. ഈ 3 ബേസിലാണ് നമ്മൾ ലളിതാ സഹസ്രനാമം എന്ന് എല്ലാവരും ജപിക്കുമ്പോ വശിന്യാദി വാഗ്ദേവത ഋഷയഃ, അനുഷ്ടുപ് ഛന്ദഃ, ലളിതാ ത്രിപുരസുന്ദരി ദേവത, ഐം ബീജം, ക്ലീം ശക്തി, സൗഹു കീലകം. ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. കാരണം ഇത് 3ഉം അതിനെ താങ്ങി നിർത്തുന്ന, ലളിതാ സഹസ്രനാമത്തെ താങ്ങി നിൽക്കുന്നതാണ്. പിന്നെന്താ? ലളിതാ ത്രിപുരസുന്ദരി പ്രീത്യർത്ഥേ. എന്താണ് പ്രീത്യർത്ഥേ? ജപേ വിനിയോഗ. വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. എന്തിനാണ് നമ്മൾ ജപിക്കുന്നത്? ഇത് എന്തിനാണ് വിനിയോഗം ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ലളിതാ പ്രീത്യർത്ഥേ, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി. അമ്മ എന്നിൽ പ്രസാദിക്കണം. എന്താ വേണ്ടത്? ആ ചരണങ്ങളിൽ എനിക്ക് എത്തിച്ചേരണം. അതിനു വേണ്ടിയിട്ട് ഞാനിത് വായിക്കുന്നു. അപ്പോ ഈ ബേസ് നമ്മൾ ജപിച്ചിട്ട് വേണം ലളിതാ സഹസ്രനാമം ജപിക്കാൻ. എന്നാലേ മന്ത്രത്തിന് ജീവൻ ഉണ്ടാവുള്ളൂ എന്ന് പറയും. കാരണം ഇത് കണ്ടുപിടിച്ച വശിന്യാദി ദേവതകളെ സ്മരിക്കാതെ നമുക്ക് ജപിക്കാൻ പറ്റില്ല. കാരണം അവരാണ് ഇതിന്റെ ആ ശക്തി, ആ 8 ദേവതകളാണ് ഈ ഒരു മന്ത്രത്തിൽ ഇരുന്ന് ശക്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദേവിയുടെ ആ ഒരു സ്വരൂപത്തെ നമുക്ക് കാണിച്ചു തന്നത് അവരാണ് അല്ലേ?
അപ്പോ ഈ ഒരു പ്രപഞ്ചത്തില് 7 കോടി മന്ത്രങ്ങളുണ്ട്, 7 കോടി മഹാമന്ത്രങ്ങളുണ്ടെന്ന് പറയുന്നു. എന്താ പറയാ, അതിന് ഈ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് മഹാമന്ത്രങ്ങളൊക്കെ പറയാറുണ്ട്. കാരണം മന്ത്രത്തിന്റെ ശക്തിയും ദേവതയും നമ്മൾ അറിഞ്ഞു ചൊല്ലണം. ഈ മനുഷ്യനിർമ്മിതമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ തേർഡ് ഗ്രേഡിൽ വരും. സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുന്നത് ഋഷിമുനിമാരുണ്ടാക്കുന്നത്, ഏറ്റവും ഉയർന്നത് ദേവതകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രേഡ് മന്ത്രമാണ് അല്ലെ. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന മഹാമന്ത്രത്തിന്റെ ഉപജ്ഞാതാക്കളാണ് വശിന്യാദി വാഗ്ദേവതകള്. അപ്പൊ ഈ 51 അക്ഷര സ്വരൂപിണികളായിരിക്കുന്ന യഥാർത്ഥ സരസ്വതി സ്വരൂപത്തിലിരിക്കുന്ന 8 വാഗ്ദേവികള്. അപ്പൊ അവര് ഏറ്റവും ഉയർന്ന തലം, ദേവതമാരുണ്ടാക്കുന്ന മന്ത്രമാണ് ഏറ്റവും ഉയർന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ അറിഞ്ഞു ചൊല്ലണം എന്ന് പറയുന്നത്. മന്ത്രത്തിന്റെ ശക്തി, അതിന്റെ ദേവത, ഇത്രയും നമ്മൾ അറിഞ്ഞു വേണം ജപിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഗുരു ഉപദേശത്തിന്റെ ആവശ്യം ഇവിടെ വരുന്നത്. കാരണം ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് 95% പേരും തെറ്റായിട്ട് ജപിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇതിനകത്ത് മൂല, കൂടത്രയ, കളയബര എന്നൊക്കെ ഉള്ളത് ഒരുപാട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണം, അപ്പൊ തെറ്റില്ല. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ചില സമയത്ത് ക്ഷീണത്തോടെ ജപിക്കുമ്പോഴൊക്കെ 1-2 വാക്കുകൾ തെറ്റുകൊണ്ട് കുഴപ്പമില്ല. ഇത് മനസ്സിലാക്കാൻ ശ്രീവിദ്യ ഉപാസകന് മാത്രമേ സാധ്യമുള്ളൂ. അല്ലെങ്കിൽ അത്രയും ശ്രദ്ധയോടുകൂടി ഇപ്പൊ ഉപാസന മാർഗത്തിൽ പ്രവേശിക്കാത്ത ഒരു വ്യക്തി ആദ്യം മുതൽ ഇത് കേട്ടോണ്ടിരിക്കുന്നെങ്കിൽ മാത്രമേ ഈ 3 കൂടങ്ങളെ കുറിച്ചും തന്റെ ശരീരമാകുന്ന ശ്രീചക്രത്തെക്കുറിച്ചും അഗ്നികണ്ഠം, സൂര്യകണ്ഠം, സോമകണ്ഠം എന്ന് പറയുന്ന 3 ഖണ്ഡങ്ങളെ കുറിച്ച്, അതൊക്കെയാണല്ലോ ഇതിനകത്ത്. കുളാമൃതൈക രസിക, കുലസങ്കേത പാലിനി, കുളാമൃതം, എന്ത് കുളാമൃതം, ഇതൊക്കെ അറിയണം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഈ അർത്ഥം അറിയാതെ ഇത് ജപിക്കുമ്പോൾ തെറ്റായിട്ട് ജപിക്കാൻ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ബ്രഹ്മാണ്ടത്തില് ജപിച്ച ഈ സഹസ്രനാമം, എത്രയോ മഹാത്മ്യമുള്ള ഈ സഹസ്രനാമം കാലപ്രവാഹത്തിലൂടെ നമുക്ക് അവസാനം ഈ നൈമിഷികാരണ്യം എന്ന് പറയുന്ന ഭൂമിയിൽ എത്തിച്ചേർന്നു. അവിടെ അനേക മഹർഷി കുടുംബങ്ങൾ വഴിയാണ് നമുക്ക് ലഭിച്ചത്. ഇത് പണ്ട് ദേവലോകത്ത് മാത്രം, ദേവിയുടെ പ്രീത്യർത്ഥം മാത്രം ജപിച്ചിരുന്ന ഈ ലളിതാ സഹസ്രനാമം. അപ്പൊ നമുക്കിന്ന് മഹാഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ, ഈ ദേവിയെ പൂജിക്കാനും ദേവിയെ ആരാധിക്കാനും. ഇതിൽ നിന്നെല്ലാം എന്താ പറയാ, നമ്മള് എന്തൊക്കെയാണോ ഈ ഒരു ലളിതാ സഹസ്രനാമം നമ്മൾ ജപിക്കുമ്പോൾ എന്തൊക്കെ മൈനസ് എന്തൊക്കെ പ്ലസ് എന്ന് ആർക്കും അറിയില്ല. ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. കാരണം എന്താ, നമ്മള് ഗുരുപരമ്പര വഴി നമുക്ക് തരുമ്പോൾ നമ്മളോട് പറയുന്നു തെറ്റായിട്ട് ജപിക്കരുത്, ഋഷി, ഛന്ദസ്, ദേവത ഇത് വച്ചിട്ട് വേണം ജപിക്കാനെന്ന് പറഞ്ഞു തരണു അല്ലെ. പക്ഷെ ഇതില് ലളിതാ സഹസ്രനാമം, ഇതിന് ശ്രീവിദ്യ ദീക്ഷ ഉണ്ടെങ്കിലേ ജപിക്കാവൂ, ഇങ്ങനെയൊക്കെ ഓരോ പരമ്പര പറയുന്ന, അല്ലാതെ ഇതിന്റെ പ്ലസ് മൈനസ് ഒന്നും ആർക്കും അറിയില്ല. കാരണം ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ഈ അത്യുജ്വലമായിരിക്കുന്ന 1000 മന്ത്രങ്ങള് എന്ന്, എങ്ങനെ, എപ്പോ, ഇത് ആരാണ് എങ്ങനെ പറഞ്ഞത്? ഇതില് എന്താ പറയാ, നമുക്ക് ആ ഒരു ലളിത ഉപാഖ്യാനത്തിലൂടെ കിട്ടുന്ന അറിവ് മാത്രമേ ഉള്ളൂ. കാരണം പുരാണങ്ങൾ 36 ഉണ്ട്. അതിൽ 18 മുഖ്യ പുരാണങ്ങള്, 18 ഉപപുരാണങ്ങള്. ഇതിലെല്ലാം എഴുതിയത് വേദവ്യാസനാണ്. 14 ലോകങ്ങളിൽ നടക്കുന്ന എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരുന്നാണ് ആ ഒരു മഹാവിഷ്ണു എന്ന് പറയുന്നത് ആദിനാരായണൻ. ആദികാലം മുതൽ എല്ലാ ജീവന്റെയും എല്ലാ റെക്കോർഡുകളും വിഷ്ണുവിന്റെ കയ്യിലാണുള്ളത്. കാരണം എന്താ, സ്ഥിതി നോക്കുന്നത് വിഷ്ണുവാണ്. സ്ഥിതിയുടെ കംപ്ലീറ്റ് കൺട്രോള് വിഷ്ണുവിന്റെ കയ്യിലാണ്. അപ്പൊ ഈ നമ്മുടെ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിഷ്ണുവിന്റെ റെക്കോർഡിങ്ങിലുണ്ട് ഇല്ലേ. അപ്പൊ ആ ഒരു എന്താ പറയാ, ദേവി, ആ വിഷ്ണുവിനെ നമ്മൾ എങ്ങനെ അചിന്ത്യ, അപരിമേയ എന്നൊക്കെ പറയാറുണ്ട് വിഷ്ണുവിനെ. കാരണം നമുക്ക് അളക്കാൻ പറ്റാത്തത്, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ആദിനാരായണൻ. അപ്പൊ ഈ എല്ലാ ജീവൻ, നമ്മള് ചെറിയ 60 വർഷം, 70 വർഷം, 100 വർഷം വരെ ജനന മരണങ്ങൾ. വിഷ്ണു കാലാതീതനാണ് ഇല്ലേ. എപ്പോ കാലം തുടങ്ങിയോ അപ്പം മുതൽ വിഷ്ണു ഈ പ്രപഞ്ചത്തിലെ സ്ഥിതി കർമ്മങ്ങൾ നോക്കി നടത്തുകയാണ്. അപ്പൊ നമ്മുടെ പൂർവ്വജന്മങ്ങളും ഇനി വരാൻ പോണ ജന്മങ്ങളും എല്ലാം ആർക്കാ അറിയുന്നത് നല്ല വ്യക്തമായിട്ട്? വിഷ്ണുവിന്. അപ്പൊ ഈ വിഷ്ണുവിന്റെ കയ്യിലാണ് എല്ലാ റെക്കോർഡിങ്ങും, നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ ഉള്ളത്. ഇതിലെ പഴയ റെക്കോർഡ് എടുക്കണമെങ്കിൽ എവിടെ പോകണം? വിഷ്ണുവിന്റെ അടുത്ത്. അപ്പൊ ഈ മഹാബുദ്ധിമാനാണ് അദ്ദേഹം. അദ്ദേഹം എന്താ പറയുക, ശരിക്കും പറഞ്ഞാല് ആ ഒരു ഏത് കാര്യവും പൂർണ്ണമായിട്ടുള്ള, പൂർണ്ണ കലകളോട് കൂടിയ ഏത് കാര്യവും ഏറ്റവും കുശാഗ്ര ബുദ്ധിയോടുകൂടി ചെയ്യാൻ കഴിവുള്ള ആളാണ് ആ ഒരു മഹാവിഷ്ണു. അതുകൊണ്ടാണ് നമ്മൾ വ്യാസനെ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ എന്ന് പറയുന്നത്. വ്യാസനും വിഷ്ണുവും രണ്ടല്ല, രണ്ടുപേരും കൃഷ്ണദ്വൈപാനനൻ, അതായത് ദ്വീപില് ജനിച്ചവൻ വ്യാസൻ, അത് വിഷ്ണു തന്നെയാണ്, വിഷ്ണു രൂപം തന്നെയാണെന്ന് പറയണു. ഇപ്പൊ വ്യാസന്റെ രൂപം എടുത്തതും വിഷ്ണുവാണ്,
അപ്പൊ നേരിട്ട് കണ്ടതുപോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. നേരിട്ട് കാണാത്ത ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. ഈ വശിന്യാദി വാഗ്ദേവതകളുടെ ഈ സ്തോത്രം അത് ഈ പുരാണങ്ങള്, ഈ വേദങ്ങളെ പകുത്ത വ്യാസനാണ് അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോ ഈ മഹാവിഷ്ണു, അതായത് വ്യാസന്റെ രൂപത്തില് നേരിട്ട് കണ്ട രീതിയിൽ, അതായത് ഈ ഒരു ബ്രഹ്മാണ്ട സദസ്സില് വാഗ്ദേവതകള് ലളിതാ മഹാത്രിപുര സുന്ദരിയെ സ്തുതിക്കുന്നത് നേരിട്ട് കണ്ടതുപോലെയാണ് ഈ പറഞ്ഞ മഹാവിഷ്ണു, ഈ വ്യാസന്റെ രൂപത്തിലിരിക്കുന്ന മഹാവിഷ്ണു എഴുതിയിരിക്കുന്നത്. നേരിട്ട് കണ്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണു മാത്രമാണ്. വ്യാസൻ വിഷ്ണുവിന്റെ ആ ഒരു എക്സ്പാൻഡഡ് ഫോം ആണെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. കാരണം ഈ 18 പുരാണങ്ങള്, വേദങ്ങള് ഇതെല്ലാം എന്താണ് എഴുതിയത്? വ്യാസനാണ്. വ്യാസൻ ജനിച്ചപ്പോഴേ 7 വയസ്സുള്ള കുട്ടിയാണ്, നമുക്കറിയാം. അങ്ങനെ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലെ ലളിത ഉപാഖ്യാനത്തിലെ 36ാമത് അധ്യായത്തിലാണ് ഈ ലളിതാ സഹസ്രനാമം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ എന്താ പറയാ, വ്യാസൻ നമുക്ക് വേണ്ടി തന്ന ആ ഒരു ദേവി ഉപാസകർക്ക് വേണ്ടി തന്ന ഏറ്റവും എന്താ പറയാ വിലമതിക്കാനാവാത്ത രത്നമാണ് ഈ ലളിതാ സഹസ്രനാമം. ഇത് എവിടെയാണ് വന്നിരിക്കുന്നത്? ഈ ലളിതാ സഹസ്രനാമം പറഞ്ഞിരിക്കുന്നത് ലളിത ഉപാഖ്യാനത്തിലെ 36ാമത് അധ്യായത്തിലാണ്. ലളിതാ സഹസ്രനാമത്തിന് 14 അധ്യായങ്ങളുണ്ട്. ഇതുവരെ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല അല്ലെ? 1000 നാമങ്ങളായിട്ടേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്നാല് ഈ ഒരു രീതിയിൽ നമ്മൾ കാണുമ്പോൾ ലളിതാ സഹസ്രനാമത്തിന് 14 അധ്യായങ്ങൾ കാണാം. 24 അധ്യായങ്ങളുടെ സാരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു 14 അധ്യായം. എന്താണ് ഈ 14 അധ്യായത്തിന് പ്രാധാന്യം? നമ്മൾ 14 വേസ് ഓഫ് അപ്രോച്ച് എന്നാ പറയുന്നത്. 14 രീതിയിൽ ഈ അമ്മയെ നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ആ ശിവശക്തി സാമരസ്യത്തെ മനസ്സിലാവുള്ളൂ. ആ 14 തരത്തിലുള്ള ധ്യാനം എങ്ങനെയാണ് നമ്മൾ ദേവിയെ ധ്യാനിക്കാൻ പോകുന്നത്? ഈ ലളിതാ സഹസ്രനാമത്തിനെ 14 അധ്യായങ്ങളായിട്ട് ആദ്യം വിഭജിക്കും. എന്തൊക്കെയായിട്ടാണ്? ശ്രീമൻ നഗരം, മാതൃ അവതാരം, ഇങ്ങനെ തുടങ്ങി 14 രീതിയിൽ നമ്മൾ അതിനെ ഈ 1000 നാമങ്ങളെ വിഭജിക്കും. അങ്ങനെ 14 അധ്യായങ്ങൾ. ഓരോ അധ്യായങ്ങളും ദേവിയെ ആ ഒരു പരബ്രഹ്മ സ്വരൂപിണിയായിട്ട് നമുക്ക് കാണിച്ചു തരും. എന്നാലേ നമുക്ക്, അല്ലാതെ ഈ 1000 നാമങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഓരോ ഇത്ര നാമങ്ങൾ ആദ്യത്തെ അധ്യായം, 2ാമത്തെ അധ്യായം എന്ന് പറഞ്ഞ് നമ്മൾ ഈ ലളിതാ സഹസ്രനാമത്തിനെ 14 അധ്യായങ്ങളായിട്ട് തിരിക്കും. ഈ 14 അധ്യായത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഇനി വരുന്നുണ്ടത്. ഈ 14 അധ്യായങ്ങള് 365 വരികള്, 1000 മന്ത്രങ്ങള് അല്ലേ? ഇതാണ് ലളിതാ സഹസ്രനാമം. അപ്പൊ വശിന്യാദി വാഗ്ദേവതകളാല് 51 അക്ഷരങ്ങളിലെ 32 അക്ഷരങ്ങളെ കൊണ്ട് ദേവിയുടെ നാമങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണിത്. ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഒന്നുമില്ല. കാരണം 1000 ശുദ്ധ മന്ത്രങ്ങളാണ്. വിഷ്ണു സഹസ്രനാമത്തിൽ നമുക്കറിയാം 108 വാക്കുകൾ. അതായത് അതിനകത്ത് 892 നാമങ്ങളെ യഥാർത്ഥത്തിലുള്ളൂ. 108 വാക്കുകൾ എന്താണ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു 1000-108 പോയാല് 892 നാമങ്ങളെ വിഷ്ണുവിനെ കുറിച്ചുള്ളൂ. പക്ഷെ ഇതിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഈ ലളിതാ സഹസ്രനാമത്തില് എന്ന് പറയുന്നത് അത്യുത്തമമായിരിക്കുന്ന ഒരു മന്ത്ര ശൃംഖലയാണ്. അതുകൊണ്ടാണ് വിശൃംഖല, വിവിക്തസ്ഥ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് യാതൊരു വാക്കുകളും വരുന്നില്ല. വീണ്ടും വീണ്ടും 2ാമതൊരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം ടോട്ടലി ഡിഫറെന്റ് ആണ്. നമുക്ക് ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ മനസ്സിലാവും. ചില വാക്കുകൾ ഒരുപോലെ ഇരിക്കും, പക്ഷെ അർത്ഥത്തിന് വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിന് ലളിതാ സഹസ്രനാമത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് പൂർവഭാഗം എന്ന് പറയും. ഇത് ഉപദേശ രൂപമാണ്. ഹയഗ്രീവൻ അഗസ്ത്യന് കൊടുക്കുന്ന പൂർവഭാഗം. 2ാമത്തത് മധ്യഭാഗം, അതിനെ മന്ത്രസംഹിത എന്ന് പറയും. അതാണ് നമ്മൾ ജപിക്കുന്ന 1000 നാമങ്ങള്. 3ാമതായിട്ട് ഉത്തരഭാഗം എന്ന് പറയുന്ന ഫലശ്രുതി. അപ്പൊ ഈ ഉത്തരഭാഗം എന്ന് പറയുന്ന ഫലശ്രുതി വളരെ നീണ്ടതാണ്. ലളിതാ സഹസ്രനാമത്തിനോട് അത്രയും തന്നെ വരും ഫലശ്രുതിയും. കാരണം ഇത് എന്താ, ഇതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം ഇത് വശിന്യാദി വാഗ്ദേവതകള് ഇതിനോടൊപ്പം തന്നെ അമ്മയുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചപ്പോ അമ്മ ഇന്നത് തരും, ഇന്നത് തരും എന്ന് പറഞ്ഞപ്പോ ദേവി തലയാട്ടിക്കൊണ്ട് അവിടെ ഇരിക്കുക. കാരണം ഇതെല്ലാം ദേവിയുടെ കയ്യൊപ്പ് പതിഞ്ഞതാണ് ഈ ഫലശ്രുതി. ഫലശ്രുതി അതുകൊണ്ടാണ് ഇത്രയും നീണ്ടത്. വശിന്യാദി വാഗ്ദേവതകള് ഈ ലളിതാ സഹസ്രനാമം വായിച്ചാൽ കിട്ടുന്ന ഫലങ്ങളെ കുറിച്ച് ഈ ഭൂമിയിലാവട്ടെ ഈ അല്ലാത്ത ഏത് തലത്തിലും ഈ ലളിതാ സഹസ്രനാമം വായിച്ചാൽ ഇന്ന ഫലങ്ങൾ കിട്ടുന്ന ദേവിയുടെ മുമ്പില് നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ
ആ ആള് കേൾക്കാതെ പറഞ്ഞാല് നമ്മള് കുറെ കാര്യങ്ങൾ എഴുതി വെച്ച് ചിലപ്പോൾ അത് ഫലിക്കണമെന്നില്ല, അല്ലെ? അത് നമ്മുടെ കൽപ്പിതങ്ങളായിരിക്കാം. പക്ഷെ ഇതോ ദേവിയുടെ മുമ്പില് ഫലശ്രുതി വായിക്കുകയാണ് വശിന്യാദി വാഗ്ദേവതകള്. വളരെ നീണ്ട ഫലശ്രുതി. ഇതെല്ലാം ദേവി തലകുലുക്കി അങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഇതിനെന്താ വേണ്ടത്? ഇതിനെയാണ് ദൈവവാക്കെന്ന് പറയുന്നത്. ദേവി നേരിട്ട് ഇത് വായിച്ച് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് ഈ ഫലങ്ങൾ കിട്ടട്ടെ എന്ന് നേരിട്ട് തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം പരാശക്തിയെ കുറിച്ച് 10 സഹസ്രനാമങ്ങൾ വളരെ പ്രധാനമാണ്. അത് ഏകദേശം 114 സഹസ്രനാമങ്ങൾ ഉള്ളതിൽ 10 എണ്ണം വളരെ പ്രധാനമാണ്. അതിൽ ഗംഗാ സഹസ്രനാമം, ഭവാനി സഹസ്രനാമം, ഗായത്രി സഹസ്രനാമം, കാളി സഹസ്രനാമം, ലക്ഷ്മി സഹസ്രനാമം, സരസ്വതി സഹസ്രനാമം, രാജരാജേശ്വരി സഹസ്രനാമം, ബാല സഹസ്രനാമം, ശ്യാമള സഹസ്രനാമം, ലളിതാ സഹസ്രനാമം. ഇങ്ങനെ 10 എണ്ണമാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇതില് എവിടെയാണ് ലളിതാ സഹസ്രനാമം എഴുതി വായിക്കപ്പെട്ടതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അത് ദേവലോകത്ത് ബ്രഹ്മാണ്ട സദസ്സിലാണ്. ബാക്കിയുള്ളതൊക്കെ ഓരോ ഋഷിമാർ എഴുതിയതാണ്. അതിന്റെ ഓരോ കാളി സഹസ്രനാമം, കാളിയുടെ തന്നെ 3 സഹസ്രനാമം ഉണ്ട്. അതൊക്കെ ഋഷിമുനിമാര് അവരവരുടെ ആത്മധ്യാനത്തിൽ എഴുതിയതാണ്. പക്ഷെ ഈ ഒരു ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് എഴുതിയത് എവിടെയാണ്? ഈ ഒരു ദേവലോകത്ത് ഈ ദേവ ഋഷികളായിരിക്കുന്ന ആ ഒരു വശിന്യാദി വാഗ്ദേവതകൾ എഴുതി ബ്രഹ്മാണ്ട സദസ്സിൽ വായിക്കപ്പെട്ടു. ദേവലോകത്താണ് ഇത് ആദ്യം വായിച്ചത്. ബ്രഹ്മാണ്ട സദസ്സില് ദേവന്മാര് മാത്രം ജപിക്കാൻ അർഹതയുണ്ടായിരുന്ന ലളിതാ സഹസ്രനാമം. ആ സഹസ്രനാമമാണ് ഹയഗ്രീവ മഹർഷി അഗസ്ത്യന് കൊടുത്തത്. അഗസ്ത്യൻ എന്താ ഈ ഒരു സൂത മഹാമുനിക്ക് കൊടുത്തു. അവിടെ നിന്നത് ഭൂമിയിൽ, അതായത് നൈമിഷികാരണത്തിൽ വരുന്ന എല്ലാം, അതായത് ദേവിയെ കുറിച്ച് കൂടുതൽ അറിയാനും സ്തുതിക്കാനും ഉപാസിക്കാനും താല്പര്യമുള്ളവർക്ക് ഈ ലളിതാ സഹസ്രനാമത്തെ ഉപദേശമായി കൊടുത്തു. ഉപദേശം അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഗുരുവിൽ നിന്ന് ഒരു മഹാമുനിയിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയാണ് ചെയ്തത്. കാരണം അഗസ്ത്യൻ ചോദിച്ചതിന് ശേഷമാണ് ഹയഗ്രീവൻ ലളിതാ സഹസ്രനാമം കൊടുക്കുന്നത്. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ലളിതാ സഹസ്രനാമം പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ലളിതാ സഹസ്രനാമം ആദ്യം ചൊല്ലിയത് ദേവസദസ്സിലാണ്. കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ ചേർന്ന പരാശക്തിയുടെ ചിന്താമണി ഗൃഹത്തില് പരാശക്തിയുടെ മുഖ്യമായിരിക്കുന്ന 8 ദേവതകൾ വശിന്യാദികളാണ് ആദ്യമായി ഈ സഹസ്രനാമം ദേവിയുടെ മുന്നിലിരുന്ന് ജപിച്ചത്. ഇവയെല്ലാം ഈ പറയുന്ന 8 വശിന്യാദി ദേവതകളും എവിടെയുണ്ട്? ശ്രീചക്രത്തിലെ പ്രധാന സ്ഥാനത്തെ അർഹിക്കാൻ നമ്മള് ആ 8 ത്രികോണങ്ങൾ ഇല്ലേ, ആ ഒരു ശ്രീചക്രത്തിലെ ദേവിയുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന 8 പേരാണ് വശിന്യാദികൾ. അപ്പോ ശ്രീചക്രത്തിൽ ഉയർന്ന സ്ഥാനമുള്ളവരാണ് ഇവര്. അഷ്ടവസുക്കളായിട്ടും പറയാറുണ്ട് പ്രപഞ്ചത്തില്. അപ്പൊ ഈ ശ്രീചക്രത്തില് ദേവിയുടെ ചതുഷ്ഷഷ്ടി യോഗിനികള് സന്നിഹിതരാണ്. ഈ ലളിതാ സഹസ്രനാമം അറിയാനും ജപിക്കാനും അതിനുള്ളിലേക്ക്, അതായത് അതിനുള്ളിലേക്ക് ആ അർത്ഥത്തെ അറിഞ്ഞ് എന്താ പറയാ നമ്മള് മനസ്സിലാക്കി ജപിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ജന്മാന്തര പുണ്യമാണ്. അനേക ജന്മത്തെ പുണ്യം കൊണ്ട് മാത്രമേ ഈ ഒരു ലളിതാ സഹസ്രനാമത്തെ പഠിക്കുക, ശ്രീചക്ര പൂജ ചെയ്യുക, പഞ്ചദശാക്ഷരി മന്ത്രം എന്ന് പറയുന്ന ആ ശ്രീവിദ്യ മന്ത്രത്തെ, ആത്മമന്ത്രത്തെ, അതിനെയാണ് നമ്മൾ ആത്മവിദ്യ അല്ലെ, ബ്രഹ്മവിദ്യ. അനേക കോടി ജന്മത്തെ പുണ്യമാണ് നമുക്കിത് പറയാനും കേൾക്കാനും കിട്ടിയിരിക്കുന്നത്. അതെന്താ പറയാ, അത് ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പൊ 51 ദേവതകളാണ് ഈ ശ്രീചക്രത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദേവതകളെയാണ് നമ്മൾ രശ്മിമാല ദേവതകൾ എന്ന് പറയുന്നത്. ലളിതാ സഹസ്രനാമം എന്നത് വളരെ പല തത്വങ്ങള്, അതായത് ദേവിയെ എങ്ങനെയാണ് ദേവിയുടെ ആ ഒരു തത്വത്തെ, തത്വമയി, അർത്ഥസ്വരൂപിണി അമ്മ എങ്ങനെയാണ് ബിന്ദുവിൽ നിന്ന് ഈ ഒരു 36 തത്വങ്ങളിലൂടെ പ്രപഞ്ച സ്വരൂപിണിയായിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിൽ വന്ന് നമ്മൾ ഓരോ ജീവനുകളും എങ്ങനെയാണ് തിരിച്ച് ദേവിയിൽ ലയിക്കേണ്ടത് എന്നുള്ള രഹസ്യം, ആ ഒരു രഹസ്യത്തെ പറഞ്ഞു തരുന്നതാണ് ഈ അതിരഹസ്യമായിരിക്കുന്ന ഈ ലളിത രഹസ്യ സാഹസ്രം എന്ന് പറയണു അല്ലെ. കാരണം ഇതിനകത്ത് 51 ലിപികളാണ്. ഈ 51 ലിപികൾക്കും മാതൃക അക്ഷര സ്വരൂപിണിയാണ് അമ്മ ഇല്ലേ. ദേവി എന്താ മാതൃക, അമ്മ എന്ന് വിളിക്കുന്നത് മാതൃഭാവത്തിൽ കാണുന്നത് നമ്മളെ സൃഷ്ടിച്ചുകൊണ്ട് മാത്രമല്ല, പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് മാത്രമല്ല, അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എങ്ങനെയാണോ നമ്മൾ വാക്കിലൂടെ നമ്മുടെ ആശയത്തെ വെളിപ്പെടുത്താനുള്ള 51 അക്ഷരങ്ങള് മാതൃകാ വർണ്ണ രൂപിണിയായിരിക്കുന്ന ദേവി അമ്മയിൽ നിന്നാണ് ഈ 51 അക്ഷരം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അമ്മ മാതൃരൂപിണി എന്ന് വിളിക്കുന്നു.
അപ്പൊ ഈ 51 ലിപികള്, അതിന് ഓരോ ദേവതകളുണ്ട്, എല്ലാം നമ്മുടെ ബുദ്ധിയിൽ ഇരിക്കുന്നുണ്ട്. ഈ 51 ദേവതകളും നമ്മുടെ ശരീരത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ശരീരത്തില് ആ ഒരു എന്താ പരിമിതമല്ലാത്ത ആ അപരിമേയമായിരിക്കുന്ന ഈ ദേവതകള് നമ്മുടെ ശരീരത്തിലാണ് ഇരിക്കുന്നത്. ഇത്രയും ഇരിക്കുന്നതാണെന്ന് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, അല്ലെ? നമ്മൾ നിസ്സാരക്കാരല്ല. നമ്മുടെ ഓരോരുത്തരുടെ ശരീരവും ശ്രീചക്രമാണ്. ആ ശ്രീചക്രത്തില് ബിന്ദുമണ്ഡലത്തിൽ ഇരിക്കുന്ന പരാശക്തി നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഈ 51 ശക്തിപീഠങ്ങളും നമ്മുടെ ശരീരത്തിലാണ്. ഈ ചതുഷ്ഷഷ്ടി കോടി യോഗിനികളും ഈ ദേവിയെ സേവിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഈ പിണ്ടാണ്ടം എന്ന് പറയുന്ന ബ്രഹ്മാണ്ടത്തിന് തത്തുല്യമായിരിക്കുന്ന ഈ ശരീരത്തിൽ ഇരിക്കുന്നു. അപ്പൊ ഈ ശരീരം ക്ഷേത്രമല്ലേ? നമ്മളെ ക്ഷേത്രപാലകനും ക്ഷേത്രജ്ഞനും ക്ഷേത്രപാലകനും എല്ലാം എവിടെയാ? നമ്മുടെ ശരീരത്തിൽ തന്നെ. അപ്പൊ ലളിതാ സഹസ്രനാമം എന്ന ആ ഒരു എന്താ പറയാ അത്യുന്നതമായിരിക്കുന്ന ആ ഒരു കാവ്യത്തിലൂടെ, കാരണം ഇത് ഈ ദേവതകൾ എഴുതിയതാണ്, ഇതിന് പ്രധാന അനുഗ്രഹം നമുക്ക് തരേണ്ടതാരാണ്? ഈ വശിന്യാദി ദേവതകളാണ്. കാരണം നമുക്ക് ഈ പറയുന്ന ഇനിയിപ്പോ മൂലാധാരത്തിലാണ് നമ്മുടെ ബോധം ഇരിക്കണമെങ്കിൽ പോലും നമ്മൾ ഇത് ജപിക്കുമ്പോൾ വശിന്യാദി ദേവതകളുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവുകയാണ്. കാരണം വശിന്യാദി ദേവത ഋഷയഹ എന്ന് പറയുമ്പോൾ ശരീരത്തിലെ ഋഷിയെ നമ്മൾ വന്ദിക്കുകയാണ്. ഈ വശിന്യാദികളുടെ അനുഗ്രഹം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടായിരിക്കും, സംശയമില്ല. അപ്പൊ നമ്മൾ ഇനി എവിടെ ഇരിക്കണോ, ഭൂലോകത്തിലായിക്കോട്ടെ, ഭൂവർലോകത്തിലോ സുവർലോകത്തിലോ എവിടെ ഇരുന്നാലും ഈ ഒരു കണക്ഷൻ, നമ്മൾ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ശ്രീചക്രത്തിൽ ബിന്ദുവുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ആ ആദ്യത്തെ ത്രികോണത്തിന്റെ അടുത്തിരിക്കുന്ന ആ ഒരു 8 ദേവതകളുമായിട്ട് ഭൂമിയിൽ ഇരിക്കണം നമുക്ക്, നമ്മൾ അറിയാതെ. അതാണ് വിശൃംഖല. നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കുകയാണ്. കാരണം നമ്മൾ ദിവസവും ഈ ദേവതയെ വന്ദിക്കുന്നു, ഇല്ലേ? അപ്പൊ ഈ ഒരു ദേവതകൾ എന്ന് പറയുന്നാൽ എന്താ? അവര് അപരിമേയമായിരിക്കുന്ന ശക്തിയോട് കൂടിയതാണ്. ശക്തി ദേവതകളാണ് ഇവര്. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ആ ഒരു പ്രധാന അനുഗ്രഹം നമുക്ക് തരേണ്ടത് വശിന്യാദി വാഗ്ദേവതകളാണ്. അപ്പൊ നമ്മള് ഈ പറയുന്ന ഈ ഭൂലോകത്ത് വാഴുന്ന ദേവാംശങ്ങൾ തന്നെയാണ് ഇന്ന് ഈ കലികാലത്ത് നാം ഈ ഭൂമിയിൽ ഇരുന്ന് ലളിതാ സഹസ്രനാമം വശിന്യാദി വാഗ്ദേവതകള് ജപിച്ച പോലെ ഭക്തിയായിട്ട് അമ്മയെ കണ്ട് ജപിക്കണം എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്താ ദേവിയുടെ വിശേഷ അനുഗ്രഹത്തിന് പാത്രീഭൂതരായതാണ് ഈ പറയുന്ന വശിന്യാദികൾ, ഇല്ലേ? അമ്മ തല കുലുക്കി കണ്ണ് മുഴുവനും തുറന്ന് ചിരിച്ച് തലയാട്ടി കേട്ടു എന്നാ പറയുന്നത്. അപ്പൊ അമ്മ എത്ര സന്തോഷമാണ് ഇതിൽ ആ വശിന്യാദികള് അവരുടെ ഉള്ളിൽ നിന്ന് അമ്മയെക്കുറിച്ച്, അമ്മയുടെ തത്വത്തെക്കുറിച്ച്, സ്ഥൂല സൂക്ഷ്മ പരാസ്വരൂപത്തെക്കുറിച്ച് ഈ വശിന്യാദി ദേവതകള് അമ്മ പറയാതെ എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്കറിയാമെന്നുള്ള രീതിയിൽ അവർ 8 ദിക്കുകളിലിരുന്ന് അതിമനോഹരമായിട്ട് അമ്മയെക്കുറിച്ച് ആ ബ്രഹ്മാണ്ട സദസ്സില് അമ്മയെ പ്രകീർത്തിച്ചു. അതുപോലെ ഈ ഭൂമിയിൽ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മദേവതയായിരിക്കണം, നമ്മുടെ ശരീരമാകുന്ന ശ്രീചക്രത്തിലെ ദഹരാകാശത്തിലിരിക്കുന്ന ഈ പരാശക്തിയെ അതേ ഭക്തിയോടെ അതേ കണക്ഷൻ നമുക്കും വേണം. കാരണം എന്താ? നമുക്ക് ഇപ്പൊ ബ്രഹ്മാണ്ടത്തിലൊന്നും പോകാൻ പറ്റിയില്ല എങ്കിൽ പോലും നമ്മൾ ഈ ഭൂമിയില് ഈ വശിന്യാദികളുമായിട്ട് ഒരു കണക്ഷൻ നമുക്ക് വന്നു. അവര് ജപിച്ച ഈ ഒരു പരാശക്തിയുടെ 1000 നാമങ്ങൾ നമുക്ക് ജപിക്കാൻ പറ്റിയില്ലേ? ആ ദേവിയുടെ വിശേഷ അനുഗ്രഹത്തിന് നമ്മളും പാത്രീഭൂതരാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ വേണം ലളിതാ സഹസ്രനാമം ജപിക്കാനായിട്ട്. ഇതൊരു സാധാരണ സഹസ്രനാമം അല്ലാന്ന് എടുത്തെടുത്ത് പറയാൻ കാരണം എന്താ? ശ്രീചക്ര സ്വരൂപിണി, ശ്രീചക്ര മധ്യബിന്ദുവില് വാസം ചെയ്തിരിക്കുന്ന ലളിതാ മഹാത്രിപുര സുന്ദരി കാമേശ്വര അംഗത്തിലിരിക്കുന്ന ദേവിയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള നാമമാണ് ഇത്. സാധാരണക്കാർക്ക് ജപിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ഒരു അജ്ഞാനം, ആവരണം, അവിദ്യ ഇതുള്ളവർക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാൻ പാടില്ല. കാരണം എന്താ? ഈ പാടില്ല, അമ്മയുടെ മക്കളല്ലേ അത്. കാരണം അവരുടെ ഉള്ളിലുള്ള ഷഡ്വൈരികളെ ഇല്ലാതാക്കിയതിനു ശേഷം മാത്രം ഇത് വായിച്ചെങ്കിലേ അമ്മയെ കുറച്ചെങ്കിലും ആ ഒരു കട്ട പിടിച്ച ഇരുട്ടിനകത്തിരിക്കുന്ന പ്രകാശമാണ് അവരുടെ ഉള്ളിൽ, അല്ലേ? ഈ പശു പാശ വിമോചിതയാണ് അമ്മ. പശുക്കളായിരിക്കുന്ന പാശത്തോട് കൂടിയവരെയൊക്കെ ആ ഒരു തലത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവളാണ് അമ്മ. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് എല്ലാവരും ജപിക്കാൻ അർഹരല്ലേ? കുറച്ചെങ്കിലും ആ ഒരു ദേവിയെക്കുറിച്ച് അറിവ് സിദ്ധിച്ചതിന് ശേഷം ജപിക്കുന്നതാണ് നല്ലതെന്ന് ഈ ലളിതോപാഖ്യാനത്തിലെ ഫലശ്രുതിയിൽ പറയണു. കാരണം ഷഠന് ആ ഒരു ഷഠൻ എന്ന് പറഞ്ഞാൽ എന്തിലും തന്റെ ആ ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവന്, അത് ആ ഒരു ഫലശ്രുതി എടുത്ത് ആദ്യത്തെ ഹയഗ്രീവ ഉപദേശത്തിൽ തന്നെ പറയുന്നുണ്ട്, ചോദിച്ചു വാങ്ങിക്കാത്തവന്, വിനയത്തോടെ നിൽക്കാത്തവന്, ദേവിയെ ഉപാസന ഇല്ലാത്തവന്, എല്ലാരോടും സ്നേഹത്തില് മൈത്രി ഭാവത്തിൽ ജീവിക്കാത്തവന് ഇതൊന്നും ലളിതാ സഹസ്രനാമം വായിക്കാൻ പാടില്ല. കാരണം അമ്മ എന്താ? ഷാഡ്ഗുണ്യ പരിപൂരിത. അമ്മയ്ക്ക് എല്ലാ ഗുണങ്ങളും തികഞ്ഞ അമ്മയാണ്.
അവന്റെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ തീർച്ചയായിട്ടും അമ്മ തന്നെ അവനതിന് കരിയും. അതുകൊണ്ടാണ് മനുഷ്യ ജന്മങ്ങളെ കുറിച്ച് അറിയണം എന്ന് പറയാൻ കാരണം. എന്താ? മനുഷ്യ ജന്മങ്ങള് 4 വിധത്തിലാണ്. അപ്പൊ എന്താ, ഏതൊക്കെയാണത്? ഈ അവതാരം, അതായത് ഈശ്വരൻ തന്നെ സ്വ ഇച്ഛ കൊണ്ട് അവതാരമായിട്ട് ജനിക്കും, ഇല്ലേ? നമുക്കറിയാം രാമന്റെ അവതാരം എങ്ങനെയാണ്? മഹാവിഷ്ണുവിന്റെ 10 അവതാരം. എന്തിനാ 10ആയിട്ട് അവതരിച്ചിരിക്കുന്നത്? ഓരോ യുഗത്തിലും വരുന്ന ഓരോ അസുരന്മാരെ കൊല്ലാനായിട്ട്, ആസുരിക ഭാവത്തെ ഇല്ലാതാക്കാനാണ് അവതരിക്കുന്നത്. അതുപോലെ തന്നെ ദേവിയും ഭൂമിയിലും എന്ന് നമുക്കറിയാം. മഹിഷമർദിനിയായിട്ട്, ശാകംഭരിയായിട്ട്, ഭ്രാമരിയായിട്ട് എത്ര പ്രാവശ്യം ദേവി ഭൂമിയിൽ വന്നിരിക്കണം. മഹിഷമർദിനിയായിട്ട്, ഇല്ലേ? ആ ഒരു ദുർഗാ പരമേശ്വരിയായിട്ട് എത്ര രൂപത്തിൽ. ഇതെല്ലാം തന്നെ നമ്മുടെ ദുർഗുണങ്ങളെ ഇല്ലാതാക്കാനാണ് ഈശ്വരൻ അവതരിക്കുന്നത്. ഈ മനുഷ്യ ജന്മങ്ങളിൽ ഏറ്റവും ഉയർന്നത് എന്താ? അവതാരങ്ങളാണ്. അവര് സ്വന്തം ഇച്ഛയില് എപ്പോഴാണോ നമ്മുടെ ഭൂമിയിൽ ഈ പറയുന്ന എന്താ പറയാ പാപങ്ങൾ വർദ്ധിക്കുന്നത്. അപ്പൊ ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ ഗ്ലാനിർഭവതി ഭാരത, ഗ്ലാനി സംഭവിക്കുമ്പോൾ, ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കും. അതുപോലെ ആദ്യം വരുന്ന മനുഷ്യ രൂപത്തിൽ വരുന്ന രാമനും കൃഷ്ണനും ഒക്കെ മനുഷ്യ രൂപത്തിലാണ് വന്നത്, ഇല്ലേ? അപ്പൊ അത് ആദ്യത്തെ അവതാരം, അതിനെയാണ് അവതാരം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഈശ്വരൻ തിരഞ്ഞെടുക്കുന്ന ജന്മങ്ങള്. ഈശ്വരൻ തിരഞ്ഞെടുക്കുന്ന ജന്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈശ്വര ഭാവം മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട്, എന്റെ നാമത്തെ ഉപാസന ചെയ്ത് പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി അയച്ചവര് ആരൊക്കെയാണ്? അങ്ങനത്തെ ഉദാഹരണത്തിന് ചൈതന്യ പരമഹംസര്, വിവേകാനന്ദ സ്വാമി തുടങ്ങിയ അനേകം ഗുരുക്കന്മാര്. ഈ ഗുരുക്കന്മാരെല്ലാം പ്രപഞ്ചത്തിൽ വരുന്ന എന്തിനാണ്? ഈ പറയുന്ന മനുഷ്യർക്ക് അജ്ഞാനത്തില്, ഈ പറയുന്ന അന്ധകാരത്തിൽ വഴിതെറ്റി അലയുന്ന, ഞാൻ ആരെന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് എന്തിനീ ദുഃഖം തന്നു എന്ന് ചോദിച്ച് അമ്പലങ്ങളിലും പള്ളിയും മുറ്റത്തും ഒക്കെ നിന്ന് പൊട്ടിക്കരയുന്ന, ഈ സംസാരത്തെ തരണം ചെയ്യാൻ പറ്റാതിരിക്കുന്ന ദുഃഖിതകളായ, ദുഃഖം സഹിക്കാൻ പറ്റാത്ത മനുഷ്യർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ പല രൂപത്തില്, പല മതങ്ങളില് ഈശ്വരൻ തന്നെ ഓരോ ശരീരം സ്വീകരിച്ചു വരുന്നു. അത് രണ്ടാമത്തത്. മൂന്നാമത്തത് അച്ഛനും അമ്മയും പ്രാർത്ഥിച്ചുണ്ടാകുന്ന ജന്മങ്ങള്. ഇതിനെ നമുക്ക് അപൂർവ ജന്മങ്ങൾ എന്ന് പറയാൻ പറ്റും. കാരണം പ്രാർത്ഥനയിലൂടെ, തപസ്സിലൂടെ എനിക്ക് നല്ലൊരു കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞ ആരൊക്കെയാണിത്? ധ്രുവൻ, പ്രഹ്ലാദൻ, മാർക്കണ്ഡേയൻ, ഇല്ലേ? 16 വയസ്സുള്ള അല്പായുസായിട്ടുള്ള കുഞ്ഞിനെ വേണോ? നിനക്ക് മണ്ടനായിട്ട് 100 വയസ്സ് ജീവിക്കണതിനെ വേണോന്ന് ചോദിച്ചപ്പോ എന്താ അച്ഛനമ്മമാര് പറഞ്ഞത്? എനിക്ക് ആ ഒരു 16 വയസ്സായിക്കോട്ടെ, പക്ഷെ എനിക്ക് ബുദ്ധിയുള്ള പുത്രനെ വേണം. അങ്ങനെയാണ് മാർക്കണ്ഡേയൻ എന്താ? എന്നും ചിരഞ്ജീവിയായിട്ട് തീർന്നു. ശിവനെ പ്രത്യക്ഷപ്പെടുത്തി, അഘോര രൂപിയായിട്ടിരിക്കുന്ന ശിവലിംഗത്തിൽ അത്രയും കഴിവും തപസ്സുമുള്ളവരാണ് അച്ഛനമ്മമാരുടെ തപസ്സിലൂടെ ഉണ്ടാകുന്നത്. അത് മൂന്നാമത്തെ തലം. നാലാമത്തെ തലമാണ് ഈ പറയുന്ന 95% ആൾക്കാരും, അതായത് ആഗ്രഹമില്ലാതെ ഉണ്ടാകുന്നവര്. ചിന്തിച്ചിട്ടേ ഇല്ല അവരുണ്ടാകണമെന്ന്. ഉണ്ടാകുന്നവർ അവർ അച്ഛനമ്മമാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കാരണം ഇവര് ചിന്തിക്കണം, ഇവരിങ്ങനെ മക്കൾ വേണമെന്നൊന്നും ആഗ്രഹമില്ലാതെ എങ്ങനെയോ ഉണ്ടായി, അതുകൊണ്ട് വളർത്തണു, അല്ലേ? ഞാൻ ആഗ്രഹിക്കുകയോ പറയുകയോ ഈശ്വരനോട് സ്തുതിക്കുകയോ അച്ഛനമ്മമാര് തപസ്സിൽ ഏർപ്പെടുകയോ ഒന്നും ചെയ്തില്ല. എങ്ങനെയോ ഉണ്ടായി, അതിനെ പ്രസവിച്ചു, ഇതാ വളർത്തുന്നു, ഇല്ലേ? അങ്ങനെയുള്ളവരാണ് ഈ പ്രപഞ്ചത്തിൽ 95% പേരും ആ രീതിയിലാണ്, അല്ലെ? അവർക്ക് ഈ പറഞ്ഞ എന്താ പറയാ, പ്രപഞ്ചത്തിനും അച്ഛനമ്മമാർക്കും തന്റെ സ്വന്തം സ്വരൂപത്തെ അറിയാനും പറ്റാതെ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രപഞ്ചത്തിനുണ്ടാകും, ഇല്ലേ? ഭാസ്കരരായര് ഈ തരത്തിലുള്ള ആളുകളെ പറയുന്നത് ഈശ്വരനാമം ജപിക്കാതെ, ഈശ്വരൻ ആരെന്നറിയാതെ മൃഗങ്ങളെ പോലെ ജീവിച്ചിരിക്കുന്നവരെ എന്താ പറയുന്നത്? മൃഗതുല്യരെന്നാ പറയുന്നത്. അപ്പൊ ഈ 95% പേരും ഇങ്ങനെയാണ് പ്രപഞ്ചത്തിൽ. ചിന്തിച്ചു നോക്കൂ. വേണ്ടാതെ ജനിക്കണവര് എല്ലാവരും, ആരെങ്കിലും ഒരു കുഞ്ഞ് വേണം, ഒരു 10 വർഷം വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ അച്ഛനമ്മമാർ ഒരു തപസ്, ഇല്ലേ? എന്നാലും അതിന് തപസ്സിനൊന്നും പോവില്ല, ഒരു ട്രീറ്റ്മെന്റിന് പോയിട്ട് ഒരു കുട്ടി ഉണ്ടാവണം. എന്തിനാ? എന്നെ വയസ്സുകാലത്ത് നോക്കാൻ, അങ്ങനെയാ വിചാരിക്കുന്നത്. പക്ഷെ ഈ മാർക്കണ്ഡേയനെ പോലെയുള്ളവരൊക്കെ ആ ഒരു തപസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വര സാക്ഷാത്കാരം. ഈശ്വരൻ തന്നെ മക്കളായിട്ട് പറക്കണം. അവർക്ക് ഈശ്വരത്തിന് ആ ഒരു ഈശ്വര ബോധത്തോടു കൂടി അവര് പ്രപഞ്ചത്തിൽ വഴികാട്ടിയായിട്ടിരിക്കണം എന്ന് പറയുന്ന മഹാതപസ്വികളായിരിക്കുന്ന അച്ഛനമ്മമാർക്ക്. നമുക്കറിയാം ആ ഒരു അത്രി മഹർഷിക്ക് എങ്ങനെയാണ് അനസൂയയില് ദത്താത്രേയൻ ഉണ്ടാകുന്നത്? അത്രയും തപസ്സിന്റെ ഫലം. നമുക്കറിയാം പ്രഹ്ലാദനെ പോലെയുള്ള ഏറ്റവും ഗർഭത്തിൽ കടന്നപ്പോ തന്നെ ഹരിയെ നന്നായിട്ട് മനസ്സിലാക്കിയവർ, അവരാണ് അപൂർവ ജന്മങ്ങള്. പക്ഷെ ഈ ഒരു സാധാരണ മനുഷ്യരാണ് ഈ പ്രപഞ്ചത്തിൽ കൂടുതലും. അപ്പൊ അവർക്ക് എന്താ, അവര് മൃഗങ്ങളെ പോലെയാണെന്ന് പറയണില്ലേ? ഈ ഭാസ്കരരായരുടെ പ്രത്യേകം എന്താ പറയാ, ഈ ലളിതാ സഹസ്രനാമത്തിന്റെ ആമുഖമായിട്ട് അദ്ദേഹം പറയണു,
ദേവി ഉപാസന ഇല്ലാത്തവരുടെ മുഖം കൂടെ നോക്കാൻ പാടില്ല എന്നാണ് ശ്രീവിദ്യ ഉപദേശം അദ്ദേഹം കൊടുക്കുന്നത്. ഉപാസകർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താ? ദേവിയെ ഉപാസിക്കാത്തവരായിട്ട് സംഘം ചെയ്യരുതെന്നല്ല, അവരുടെ മുഖത്ത് പോലും നോക്കരുത്. ഈശ്വര ഭക്തന്മാരെ മാത്രമേ നമ്മള് സംഘത്തിൽ പെടുത്താവൂ, നമ്മൾ ഇടപെടാവൂ. ഈശ്വര വിശ്വാസികളല്ലാത്തവരുമായിട്ട് ഇടപെടരുത്. കാരണം എന്താ? നമ്മുടെ എനർജി ചോർന്നു പോകും. കാരണം അവരും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നെഗറ്റീവ് ആർഗ്യുമെന്റ്സ് നടത്തി നമ്മുടെ ആ നല്ല മനസ്സ്, പോസിറ്റീവ് ആയിരിക്കണം മനസ്സിൽ, ഈ പറഞ്ഞ വിഷം കലർത്തും. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈശ്വര ഭക്തരെ ഏത് സ്വരൂപമായിക്കോട്ടെ അവരെ നമ്മൾ പൂജിക്കണം. അല്ലാത്തവരുമായിട്ടുള്ള സംസർഗം നമുക്ക് കർമ്മവിനെ ഉണ്ടാക്കും. കാരണം അവരിരുന്ന് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ ചെവിയിലൂടെ നമ്മുടെ മനസ്സിനെ പൊല്യൂട്ട് ചെയ്യിക്കും. നമ്മളത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്കൊരു സംശയം ഉണ്ടാകും. ഉറച്ചവരോട് പറയാൻ പറ്റില്ല, ആ ഉറക്കാത്തവരുടെ അടുത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈശ്വരനെ കാണിച്ചു തരൂ, എവിടെ ഇരിക്കണം ഈശ്വരൻ, ഇങ്ങനെയൊക്കെ ചോദിച്ച് അവർ ആ തലത്തിലേക്ക്. കാരണം ഇതാണല്ലോ നമ്മുടെ അസുരന്മാർ എപ്പോഴും പെരുകുന്നു. അവരെന്താ പറയുന്നത്? ഈശ്വര പൂജ ചെയ്യുന്ന ഋഷിമാരെയാണ് ആദ്യം ആക്രമിക്കുക, അവരുടെ പൂജാ സംവിധാനങ്ങളൊക്കെ തട്ടിത്തെറിപ്പിക്കുക, യാഗകുണ്ടത്തിൽ രക്തം ഒഴിക്കുക. നമ്മൾ രാമായണത്തിൽ കണ്ടില്ലേ? ആ ഈശ്വര പൂജ ചെയ്യുന്നവരെ ഇല്ലാതാക്കുക. അപ്പൊ സത്സംഗങ്ങൾ ഇല്ലാതാക്കുക. അതാണ് ആസുരിക ഭാവം. അപ്പൊ അതുപോലെ മനുഷ്യരിൽ ഈ 95% പേരില് ഈ നെഗറ്റീവ് ക്വാളിറ്റീസ് ഉള്ളവരെന്താ? ഒരു 5% പോസിറ്റീവ് ആയിട്ടുള്ളവരാണ്. അല്ലാത്തവരെല്ലാം തന്നെ ഉപാസനാ മാർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവരെ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു എന്താ പറയാ, അങ്ങനെയുള്ളവരുമായിട്ട് സംസർഗം ചെയ്യുമ്പോൾ നമുക്കും കർമ്മവിന വരും. കാരണം ചുമ്മാ നിന്ന് കേട്ടിട്ട് സാധാരണ നമുക്ക് ആർഗ്യൂ ചെയ്യാം, നമ്മൾ വിചാരിക്കും എന്തിനാ അവരോട് ആർഗ്യൂ ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷെ കേട്ടാ പോലും പാപമാണ്. ഈശ്വര നിന്ദയാണ് ഏറ്റവും വലിയ പാപം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സത്സംഗത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. സത്സംഗത്തെ നിസ്സംഗത്വം. എന്താ? ആ എല്ലാത്തിനോടും ഒരു നിസ്സംഗത്വം വരണമെങ്കിൽ, ഈ പ്രപഞ്ചം ഒന്നും എന്റേതല്ല, ഈ ശരീരം എന്റേതല്ല, എല്ലാത്തിനോടും ഒരു നിസ്സംഗത്വം വരണമെങ്കിൽ എന്ത് വേണം? ഉള്ളിലുള്ള സത്തിനെ അറിയണം, അതിനോട് സംഘം ചെയ്യണം, ഇല്ലേ? ആ നിർഗുണ പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന ശിവനെ അറിയണം. അപ്പോഴും മാത്രമേ നമുക്ക് ഈ പ്രപഞ്ചത്തില് എല്ലാത്തിനോടും ഒരു വിരക്തി, എല്ലാത്തിനോടും ഒരു മമത്വം ഇല്ലാതാവുള്ളൂ. അതൊരു പ്രധാന കാര്യമാണ്. അപ്പൊ ഈ ഒരു നമ്മുടെ ജീവിതത്തില് ലളിതാ സഹസ്രനാമം ജപിക്കുന്ന വ്യക്തിയുടെ ശരീരത്തില് എല്ലാ ദേവതകളും വസിക്കുന്നു എന്ന് മാത്രമല്ല, മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ആ ദേവതകൾ ഉണരുകയും ചെയ്യും. അപ്പൊ ഈ ദേവി ഭക്തരെ എല്ലാം തന്നെ ഈ ദേവതകളെ, ദേവി വന്ന് അനുഗ്രഹിക്കുന്നതിന് മുമ്പ്, ദേവി അവസാനേ വരുള്ളൂ, ഇല്ലേ? കാരണം എന്താ? അമ്മ ബിന്ദു മണ്ഡല വാസിനിയാണ്. അമ്മ ഏറ്റവും മുകളിൽ ഇരിക്കുന്നതാണ്. അമ്മ വരുന്നതിന് മുമ്പ് എന്താ? നമ്മൾ ഈ ദേവിയെ സ്തുതിക്കാൻ നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ ഈ ചതുഷ്ഷഷ്ടി കോടി യോഗിനികളും നമ്മളെ അനുഗ്രഹിക്കും. ആ ഉപാസകന്റെ ശരീരത്തില് പോസിറ്റീവ് എനർജി ഉണ്ടാക്കും. അപ്പൊ ലളിത എന്ന് പറഞ്ഞാൽ ആരാ? ലളിതമായിരിക്കുന്നവൾ, അമ്മയായി നമ്മളെ കാത്തുകൊള്ളുന്നവൾ, ഇല്ലേ? ഏറ്റവും അടുത്തിരിക്കുന്നവൾ. വലിയ എന്താ പറയാ, നമ്മളിപ്പം ദേവിക്ക് 25 ഫോർട്ട് ഉണ്ട്, ദേവിയെ കാണാൻ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്, ജീവൻ ശുദ്ധമായെങ്കിലേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ഈ അമ്മ ആരാ? നമ്മുടെ ഓരോരുത്തരുടെയും ആത്മശക്തിയാണ്, നമ്മുടെ കൂടെ സദാ ജീവിക്കുന്നവള്. പുറത്താണ് നമ്മൾ ഒരുപാട് ദൂരെ കാണുന്നത് ദേവിയെ, അല്ലെ? അകത്താണെങ്കിലോ സദാ നമ്മുടെ കൂടെ, അകത്ത് നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ, പ്രവൃത്തി എല്ലാം കാത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ലളിതാ പരമേശ്വരി. അപ്പൊ ഈ ദേവിയുടെ ആ ഒരു മന്ത്രമയമായിരിക്കുന്ന പഞ്ചദശി, ശ്രീചക്ര പൂജ, ലളിതാ സഹസ്രനാമ പാരായണം എല്ലാം തന്നെ അത്ഭുതമായിരിക്കുന്ന ഫലങ്ങളാണ് ഈ ജന്മത്തിലും വരും ജന്മങ്ങളിലും നമുക്ക് തരുന്നത് എന്നുള്ളത് ഒരു തർക്കമറ്റ സംഗതിയാണ്. കാരണം ഇത്രയും ഉയർന്ന ഒരു സഹസ്രനാമം ഈ പറഞ്ഞ ദേവന്മാര് പോലും പൂജിക്കുന്ന ദേവിയെ നമ്മൾ ഈ ശരീരം വിട്ട് ഈ ഭൂമിയിൽ നിന്ന് യാത്രയായാൽ പോലും ഇതിന്റെ സദ്ഫലങ്ങള് അനേക കോടി ജന്മം നമ്മളെ പിന്തുടരും. കാരണം എന്താ? ഇത് നമ്മളെ ആ ദേവിയുടെ പാദപത്മങ്ങളിൽ എത്തിക്കും എന്നുള്ളതിന് സംശയമില്ല. അപ്പൊ ഈ ഒരു ലളിതാ സഹസ്രനാമം അഗസ്ത്യന് ഉപദേശിച്ചത് ഹയഗ്രീവ മഹർഷിയാണ്. അപ്പൊ ഇതിനകത്ത് 2 ഹയഗ്രീവന്മാരുണ്ട്. നമ്മള് ഇത് എഴുതിയത് എങ്ങനെ, ആരാണ് ഇത് എഴുതിയത്, അവരെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ദേവി ഉപാസകര് ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും ഉത്തരം പറയാൻ വളരെ എന്താ പറയാ, വിത്തിൻ സെക്കൻഡ്സ് ഉത്തരം പറയാൻ പറ്റണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും അറിയുന്നത്. കാരണം ഈ പറയുന്ന എഴുതിയവരെ കുറിച്ചും വാങ്ങിച്ചവരെ കുറിച്ചും തന്നവരെ കുറിച്ചും അറിയാതെ ദേവിയെ അറിഞ്ഞിട്ട് ദേവിയുടെ അനുഗ്രഹം കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ക്ഷേത്രപാലകരെ തൊഴുന്നത്, ഇല്ലേ?
ക്ഷേത്രപാലകര്, ഉപദൈവങ്ങള്, ഉപപ്രതിഷ്ഠകള്, നാലമ്പലത്തിൽ ഇരിക്കുന്നവർ, ഇവരെയൊക്കെ തൊഴുതതിന് ശേഷം നാഗര വരെ തൊഴാറുണ്ട്. എന്നിട്ടാണ് നമ്മൾ ആ ഗർഭഗൃഹത്തിലിരിക്കുന്ന പ്രതിഷ്ഠാ സ്വരൂപത്തിലിരിക്കുന്ന ഈശ്വരനെ തൊഴുന്നത്. അതുപോലെ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ലളിതാ പരമേശ്വരി ബിന്ദു മണ്ഡലവാസിനിയായിരിക്കുന്ന അമ്മയുടെ അടുത്ത് സഹസ്രാരത്തിൽ എത്തുന്നതിന് മുമ്പേ നമ്മുടെ ശരീരത്തിൽ ഈ ഉള്ളം കാല് മുതൽ ഉച്ചി വരെ ഇരിക്കുന്ന അനേക ദേവതാ സങ്കല്പങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ചതുഷ്ഷഷ്ടി കോടി യോഗിനികൾ എന്ന് പറയുന്നത്. അവരെ വന്ദിക്കണം, അവരുടെ അനുഗ്രഹം വേണം. എപ്പോഴാണോ ഈ ലളിതാ സഹസ്രനാമം ഇല്ലെങ്കിൽ ഈ പഞ്ചദശാക്ഷരി മന്ത്രം ജപിക്കാൻ തുടങ്ങുമ്പോൾ ഇവരെല്ലാം എന്താ, എൻ്റെ അമ്മയെ പൂജിക്കുന്ന ഒരു ഉപാസകയാണ് എന്നുള്ള നിലയിൽ അവരുടെ എല്ലാം അനുഗ്രഹം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈ ഹയഗ്രീവൻ ആരാണ്? 2 ഹയഗ്രീവന്മാരുണ്ട് ഇല്ലേ? ആ ഒരു 2 ഹയഗ്രീവരിൽ ഒന്ന് വിഷ്ണുവിന്റെ അവതാരമായിരിക്കുന്ന ഹയഗ്രീവൻ, 2 ഹയഗ്രീവ മഹർഷി. അപ്പൊ ആരാണ് ഈ രണ്ടാമത്തെ ഹയഗ്രീവ മഹർഷി എന്നൊന്ന് നോക്കിയിട്ട്, കാരണം ഇതിന് തെറ്റ് സംഭവിക്കാം. കാരണം ചിലയിടത്തൊക്കെ ഹയഗ്രീവൻ എന്ന് പറയുമ്പോൾ ഹയഗ്രീവ മഹർഷിയാണോ എന്നൊരു സംശയം തോന്നും. അപ്പൊ ഈ ഹയഗ്രീവൻ എന്ന് പറയുന്നത് മധുവിദ്യ, അതായത് മൃതസഞ്ജീവിനി മന്ത്രത്തെ കൊടുത്ത ആളാണ് ഹയഗ്രീവൻ. ശുക്രാചാര്യർക്ക് പരമശിവൻ കൊടുത്തതാണ് മൃതസഞ്ജീവനി മന്ത്രം. ശുക്രാചാര്യർ ഈ വിദ്യ വച്ചിട്ട് മരിച്ചവരെയൊക്കെ എന്ത് ചെയ്തു? ശുക്രാചാര്യർ ആരാണ്? അസുരന്മാരുടെ ഗുരു, അസുര ഗുരുവാണ് ശുക്രാചാര്യർ. ഈ മധുവിദ്യ, അതായത് മൃതസഞ്ജീവിനി വിദ്യ വെച്ചിട്ട് മരിച്ചവരെയൊക്കെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ ഒരു അഥർവണ മഹർഷി എന്ന് പറയുന്ന ഒരു മഹർഷിക്ക് ഈ മധുവിദ്യ അറിയാമായിരുന്നു. അപ്പൊ ഇന്ദ്രൻ വന്ന് തനിക്കത് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ദ്രന്റെ സ്വഭാവം നമുക്കറിയാം, എന്ത് നല്ലതുണ്ടെങ്കിലും അദ്ദേഹത്തിന് വേണം അല്ലെ? അപ്പൊ ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു തനിക്കത് പഠിക്കണം. അപ്പൊ അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി, എന്താ, പാവം ഈ മഹർഷി ചോദിച്ചപ്പോ എന്താ ഇന്ദ്രനാണ് വന്ന് ചോദിക്കുന്നത്, തരില്ല എന്ന് പറഞ്ഞില്ല. അദ്ദേഹം സന്തോഷത്തോടു കൂടി എന്ത് ചെയ്തു? ഈ ഒരു മധുവിദ്യ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു. അപ്പൊ ഇന്ദ്രൻ എന്താ, നമുക്കറിയാം ഇന്ദ്രൻ എന്ന് പറയുന്നതിന് അഹങ്കാരം, ഗർവം അല്ലെ? ഇന്ദ്ര സദസ്, അവിടെ എന്താ, ആ ഒരു ഗർവത്തോടു കൂടി ഇന്ദ്രന്റെ പദവിയിലെത്തി ആ ഒരു കസേരയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആള്, എല്ലാത്തിന്റെയും തലവനാണ് ഞാൻ എന്നുള്ള അഹങ്കാരം. ഈ മഹർഷിയാകട്ടെ വളരെ വിനയത്തോടു കൂടി വന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ഈ ഒരു മധുവിദ്യയെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇന്ദ്രനാകട്ടെ എപ്പോഴും ഈ മധുവിദ്യ കിട്ടിയോ, ഈ മൃതസഞ്ജീവിനി വിദ്യ കിട്ടിയോ, അഹങ്കാരവും ഗർവവും വളരെ അധികം കൂടി. കാരണം എല്ലാം ദേവന്മാരുടെ തലവനാണ് ഞാൻ, എനിക്ക് ഇനിയിപ്പോ എന്താ, മരിച്ചവരെല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ പറ്റും ഈ ഒരു മധുവിദ്യ കിട്ടി എന്നുള്ളത് കൊണ്ട് ഈ മധുവിദ്യ ഉപദേശിച്ച് കഴിഞ്ഞതും ഇദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ഉപദേശിച്ച ഗുരുവിന് തന്നെ ആദ്യത്തെ, എന്താ പറയാ, പാര വെച്ചു എന്ന് നമ്മൾ പറയില്ല, ആദ്യത്തെ പാര ഗുരുവിന് തന്നെ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങോട്ടൊരു നിർദ്ദേശം വെച്ചു. എന്താ, ഇനി ആർക്കെങ്കിലും ഉപദേശിച്ചാല് ഗുരുവിന്റെ തല വെട്ടും എന്നാണ് ആദ്യത്തെ ഗുരുദക്ഷിണ കൊടുത്തത് ഇല്ലേ? സാധാരണ മന്ത്രങ്ങളൊക്കെ മേടിച്ചു കഴിയുമ്പോൾ ആദ്യമായിട്ട് പാര വെക്കുന്ന ഗുരുവിന് തന്നെയാണ് ഇല്ല? എല്ലാ ഉപാസകർക്കും എന്ത് നെഗറ്റീവ് കർമ്മങ്ങൾ ചെയ്താലും ഗുരുപരമ്പര ആദ്യ ആർക്ക കൊടുത്ത ഗുരുവിനെ വന്നു ചേരുന്നെന്ന് പറയും. അപ്പൊ അതുപോലെ ഇദ്ദേഹം ഇന്ദ്രൻ എന്താ ചെയ്തത്? ഫസ്റ്റ് ഗുരുദക്ഷിണ കൊടുത്തു. അതായത് നിങ്ങൾ ഇനി ഇത് ആർക്കെങ്കിലും, അഥർവണ മഹർഷിയോട് പറയുകയാണ്, നിങ്ങൾ ഈ മൃതസഞ്ജീവിനി വിദ്യ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ഗുരുദക്ഷിണ എന്താ? നിങ്ങളുടെ തല വെട്ടിക്കളയും എന്ന് പറയുക. അപ്പൊ അങ്ങനെ ഇന്ദ്രൻ എന്താ പറയാ, ആ ഒരു ഈ ഒരു റെസ്ട്രിക്ഷൻ അഥർവണ മഹർഷിക്ക് കൊടുത്തിട്ട് അദ്ദേഹം അവിടുന്ന് പോയി. ഇന്ദ്രൻ മാത്രമാണ് ഇത് അറിഞ്ഞത്, ഈ മഹർഷി മാത്രമേ അറിഞ്ഞുള്ളൂ. പക്ഷെ കാലക്രമേണ ഇത് അശ്വനി ദേവതകൾ അറിഞ്ഞു. ദേവലോകത്തെ വൈദ്യന്മാരാണ്, അവര് സർജന്മാരാണ് ഇല്ലേ? തല മാറ്റി വെക്കാനൊക്കെ എല്ലാ കഴിവുള്ളവരാണ് അശ്വിനി ദേവതകള്. അപ്പൊ ഈ ദേവലോകത്തെ വൈദ്യന്മാരാണ്. അപ്പൊ അവർക്ക് ഈ പറയുന്ന കാര്യം കേട്ടപ്പോൾ ഒരാളെ ജീവിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ വിദ്യയാണ് അല്ലെ? മധുവിദ്യ എന്ന് പറയും. ഇതിനൊക്കെ ഒരുപാട് ആന്തരിക അർത്ഥങ്ങളുണ്ട്. നമ്മൾ ശരീരത്തെ അല്ല പുനരുജ്ജീവിപ്പിക്കുന്നത്. ഈ മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ വേറൊരു തലമാണിത്. ശരീരം ജഡമാണെന്ന് കണ്ട് ആത്മാവിനെ കുറിച്ച് അറിയുകയാണ് ശരിക്കുള്ള മധുവിദ്യ. അപ്പൊ ഈ എന്താ പറയാ, ആ ഒരു ദേവലോകത്തെ വൈദ്യന്മാരായിട്ട് അവർക്കറിയാത്ത സർജറി ഒന്നുമില്ല അല്ലെ? അവരിത് അറിഞ്ഞിട്ട് മഹർഷിയോട്, അഥർവണ മഹർഷിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വിദ്യ പറഞ്ഞു തരൂ. കാരണം എന്താ, ഒരുപാട് പേര് ദേവന്മാരെ ഇതുപോലെ മരിച്ചുപോയാൽ ഞങ്ങൾക്ക് പുനരുജ്ജീവിപ്പിക്കാൻ പറ്റും, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതായിട്ട് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ മഹർഷി പറഞ്ഞു, ഇന്ദ്രൻ ഏർപ്പെടുത്തിയ ആ ഒരു വിലക്ക് ഞാൻ ഇന്ദ്രൻ ഇത് കൊടുക്കുകയും ഇന്ദ്രൻ എനിക്ക് ഇങ്ങനെ ഒരു, എന്താ പറയാ, ഒരു ശാസന വെച്ചു. കാരണം ഇതെനിക്ക് വേറെ ആർക്കും കൊടുത്തു കഴിഞ്ഞാൽ എന്റെ തല വെട്ടിക്കളയുന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അശ്വനി ദേവതകൾക്ക് വലിയ സങ്കടം ഉണ്ടായി. മഹർഷിയുടെ എന്താ പറയാ, ഈ ഒരു ധർമ്മസങ്കടത്തിൽ അവരെ രക്ഷിക്കേണ്ടത് തങ്ങളുടെ ചുമതലയാണെന്ന് കണ്ടിട്ട് അവര് പറഞ്ഞു, ഈ ഒരു അശ്വിനി ദേവതകൾ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, അങ്ങയുടെ ഇപ്പോഴത്തെ തല വെട്ടി മാറ്റിയിട്ട് അങ്ങയ്ക്ക് ഒരു ഹയത്തിന്റെ,
ഒരു കുതിരയുടെ തല വച്ച് പിടിപ്പിക്കാം. എന്നിട്ട് അങ്ങ് എന്ത് ചെയ്യണം, അതിലൂടെ ഞങ്ങൾക്ക് മന്ത്രോപദേശം തരൂ. ഈ മന്ത്രോപദേശം തന്നു കഴിയുമ്പോൾ ഇത് ഇന്ദ്രൻ അറിയും. ഇന്ദ്രൻ വന്ന് അങ്ങയുടെ തല വെട്ടാൻ വരുമ്പോ ആരുടെ തലയാ വെട്ടിക്കളയുന്നത്? ഈ ഹയത്തിന്റെ, ഈ കുതിരയുടെ തലയായിരിക്കും അത് വെട്ടിക്കളയുന്നത്. എന്നിട്ട് അങ്ങയുടെ ഈ ഗുരുവിന്റെ പൂർവമായിട്ടുള്ള തല ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചോളാന്ന് പറഞ്ഞ് ഈ അശ്വനി ദേവതകളും അഥർവണ മഹർഷിയും കൂടെ ഒരു ധാരണയിൽ എത്തിച്ചേരുകയും അവര് ഈ യഥാർത്ഥമായിരിക്കുന്ന തല മാറ്റിയിട്ട് ഒരു ഹയത്തിന്റെ തല വയ്ക്കുകയും ആ ഒരു കുതിരയുടെ തലയിലൂടെ ഈ ഒരു മൃതസഞ്ജീവനി മന്ത്രം ഇവർക്ക് അശ്വനി ദേവതകൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ഇന്ദ്രൻ വളരെയധികം കോപിഷ്ഠനായിട്ട് വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഈ മഹർഷിയുടെ തല വെട്ടി മാറ്റി. അപ്പോ ഈ പറയുന്ന അന്ന് നേരത്തെ തന്നെ എന്താ പറയാ, യഥാർത്ഥ തല മാറ്റി വെച്ചിട്ട് അശ്വത്തിന്റെ തല വെച്ചിരുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ ഇന്ദ്രന്റെ കോപത്തിൽ വെട്ടിമാറ്റിയത് എന്തായിരുന്നു? അശ്വത്തിന്റെ തലയായിരുന്നു അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മന്ത്രോപദേശം അവർക്ക് കിട്ടിയും കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് കോപിഷ്ഠനായി വന്ന് തല വെട്ടിയപ്പോ ഒന്നും അവിടെ സംഭവിച്ചില്ല. അശ്വിനി ദേവതകൾ എന്ത് ചെയ്തു? യഥാർത്ഥ തല വെച്ച് തുന്നിക്കെട്ടി. ഇതാണ് ഹയഗ്രീവ മഹർഷിയുടെ കഥ. ഇതിനകത്ത് ഈ ഹയഗ്രീവൻ എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ തെറ്റിപ്പോവാൻ ഇടയുള്ളത് കൊണ്ടാണ് ഇത് രണ്ടും പ്രത്യേകിച്ച് പറയുന്നത്. ഇനി മഹാവിഷ്ണു ഹയഗ്രീവ അവതാരം, ഇതാണ് ഈ മഹാവിഷ്ണുവിന്റെ ഹയഗ്രീവ അവതാരമാണ് അഗസ്ത്യർക്ക് ലളിതാ സഹസ്രനാമം ഉപദേശിച്ച് നൽകിയത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ തെറ്റിപ്പോവരുത്. മഹാവിഷ്ണു എന്നാൽ എന്താ അർത്ഥം? അതിബുദ്ധിമാനാണ്, വളരെയധികം ബുദ്ധിയുള്ള ആളാണ് മഹാവിഷ്ണു. നമുക്കറിയാം പരാശക്തിയാണ് മഹാവിഷ്ണുവിന്റെ ബുദ്ധിയായിട്ട് വർത്തിക്കുന്നത്. യാ ദേവി സർവഭൂതേഷു ബുദ്ധി രൂപേണ സംസ്ഥിത. ഈ ഒരു വിഷ്ണുവിന്റെ ബുദ്ധിയായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? പരാശക്തി തന്നെയാണ്. നമുക്കറിയാം പരാശക്തിയാണ് മധുകൈടവ വധത്തിന് ആ ഒരു ഹരിനേത്ര കൃതാലയം, ഹരിയുടെ നേത്രങ്ങളിൽ ഇരുന്ന ആ ഒരു താമസ ഗുണിയായിട്ടിരിക്കുന്ന മഹാകാളിയും ഈ ദേവി തന്നെയാണ്. അപ്പൊ വിഷ്ണുവിന്റെ എല്ലാം, വിഷ്ണു എന്ന് പറഞ്ഞാൽ ആരാ? സാക്ഷാൽ ലളിതാ മഹാത്രിപുര സുന്ദരി തന്നെയാണ് അല്ലെ? ഈ ഒരു പ്രപഞ്ചത്തിൽ എല്ലാം വ്യാപിച്ചു കിടക്കുന്നു. വിഷ്ണു രേവന സംശയ, വിഷ്ണു സാക്ഷാത് ഉമാദേവി സാബിദേവി ശിവസ്വയം. ഇവരെല്ലാം ഒന്നാണ്, ഒരേ ശക്തിയാണ്, മാറ്റമില്ലാത്തതാണ്. അപ്പൊ ഈ ഹയഗ്രീവ അവതാരം ആയിട്ടിരിക്കുന്ന മഹാവിഷ്ണുവാണ് ശരിക്കും പറഞ്ഞാല് അഗസ്ത്യന് ഇത് കൊടുക്കുന്നത്. ഈ മഹാവിഷ്ണു എങ്ങനെയാണ് ഈ ഹയഗ്രീവന്, മഹാവിഷ്ണുവിന് എങ്ങനെയാണ് ഈ ഹയഗ്രീവന്റെ രൂപം, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഒരു കുതിരയുടെ മുഖം വന്നതെന്ന് നാളെ നമുക്ക് ഇതിന്റെ ബാക്കിയായിട്ട് പഠിക്കാം. ആ ഹയഗ്രീവനാണ് നമുക്ക് അഗസ്ത്യന് കൊടുത്തത്. നമ്മളിനി അഗസ്ത്യൻ ആരാണ്, അഗസ്ത്യന്റെ ജന്മം എന്താണ്, അഗസ്ത്യന്റെ എന്താ പറയാ ക്വാളിറ്റീസ്, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ ലളിതാ സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്തത്, പിന്നെ ഈ ദേവിയുടെ ന്യാസങ്ങൾ, അതാണ് ഇനി ആ ദേവിയുടെ സ്ഥൂല സൂക്ഷ്മ പരം, എന്തുകൊണ്ടാണ് ഈ ഒരു ന്യാസത്തിന്റെ പ്രാധാന്യം, പിന്നെ എങ്ങനെയാണ് ന്യാസം ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ ലളിതാ സഹസ്രനാമത്തിന്റെ ആമുഖമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. എല്ലാവർക്കും ശ്രീമാത.